മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലീ രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലീ രോഗങ്ങൾ മാറും. സോറിയാസിസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്കിൻ ഡിസീസാണ്. എല്ലാവർക്കും അറിയാം. സ്കിന്ന് പൊളിഞ്ഞു വരിക, അല്ലെങ്കിൽ അത് പല ഫോമിലുള്ള സോറിയാസിസ് ഉണ്ട്. നമ്മൾ ഏത് ഭാഗത്താണ് വരുന്നതെന്നുള്ളത് വെച്ച്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണെന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ സെല്ലുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, സ്കിന്നിലെ സെല്ലുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച് അതിൽ ഡാമേജ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഫോട്ടോതെറാപ്പി എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ സോറിയാസിസിന് ഉപയോഗിക്കാറുണ്ട്. അതായത് പൂവ തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അത് സാധാരണ മെയിൻലി ഉപയോഗിക്കുന്നത് വിറ്റിലിഗോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വെള്ളപ്പാണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സെയിം ട്രീറ്റ്മെന്റ് തന്നെ സോറിയാസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സൊറാലിനൊക്കെ ഉള്ള ഒരു മരുന്ന് കഴിച്ചിട്ട് സൂര്യപ്രകാശത്തിലിരിക്കുകയോ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് കൊള്ളുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിൽ ഉള്ള പ്രസന്റേഷൻ, അതായത് നമ്മുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ ആ കാണിക്കുന്ന സിംറ്റമാറ്റിക് ലക്ഷണങ്ങളെയാണ് നമ്മൾ സോറിയാസിസ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും സോറിയാസിസ് ഈ നമ്മളൊരു സിസ്റ്റമിക് ഡിസീസ് ആയിട്ട് വേണം തന്നെ ഇതിനെ കാണാനായിട്ട്. ഒരു മെഡിസിനും എടുക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും അതിന്റെ കൂടെ ലൈറ്റ് ആയിട്ടുള്ള സിംറ്റമാറ്റിക് മെഷേഴ്സും കൂടെ കൊടുക്കാറുണ്ടെന്നുള്ളതാണ്. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വിഷയം സോറിയാസിസ് ആണ്. സോറിയാസിസ് നമ്മൾ 4 എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സോറിയാസിസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഫലപ്രദമായിട്ട് നടത്താൻ സാധിക്കൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലർക്കും സോറിയാസിസ് ഒരു ത്വക്ക് രോഗം അല്ലെങ്കിൽ ചർമ്മത്തെ വരുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷെ സോറിയാസിസ് അങ്ങനെ അല്ല എന്നാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇതിനെ തിരിച്ചേക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ സോറിയാസിസിന്റെ സ്വഭാവവും സോറിയാസിസിന്റെ കാരണങ്ങളും ആണ് നമ്മൾ കാണുക. രണ്ടാമത്തെ എപ്പിസോഡിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും. മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് സോറിയാസിസിന്റെ കോംപ്ലിക്കേഷൻസ്. സോറിയാസിസ് നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു ചർമ്മരോഗം അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കൂടെ വേറെ രോഗങ്ങളും ഉണ്ടാവും. വേറെ പല പ്രശ്നങ്ങളുടെയും ഒരു 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 നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് സോറിയാസിസ്. അതുകൊണ്ട് തന്നെ ഈ കോംപ്ലിക്കേഷൻസും പിന്നെ ഇതിന്റെ കൂടെ ഉണ്ടാവാറുള്ള പല രോഗങ്ങളെ പറ്റിയും ആയിരിക്കും നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിൽ കാണുക. നാലാമത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് മരുന്നും വേറെ പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സും കൂടാതെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എങ്ങനെയാണ് ഈ സോറിയാസിസ് എന്നുള്ള അസുഖത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഡോക്ടർ ജോളി തോംസൺ ആണുള്ളത്. ഡോക്ടർ ജോളി എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഇൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കെയർ ആണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതശൈലിയില് വ്യത്യാസങ്ങൾ വരുത്തി ക്രമപ്പെടുത്തി എങ്ങനെ മരുന്നും സർജറിയും ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോറിയാസിസിന്റെ കാര്യത്തിലും സോറിയാസിസ് ഒരു ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട രോഗമാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ചികിത്സാ സമ്പ്രദായത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുക. താങ്ക് യു ഡോക്ടർ ജോളി. ആദ്യത്തെ ചോദ്യം ഡോക്ടർ ജോളിയോട്, എന്താണ് സോറിയാസിസ്? സോറിയാസിസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്കിൻ ഡിസീസാണ്. എല്ലാവർക്കും അറിയാം. സ്കിന്ന് പൊളിഞ്ഞു വരിക, അല്ലെങ്കിൽ അത് പല ഫോമിലുള്ള സോറിയാസിസ് ഉണ്ട്. നമ്മൾ ഏത് ഭാഗത്താണ് വരുന്നതെന്നുള്ളത് വെച്ച്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണെന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ സെല്ലുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, സ്കിന്നിലെ സെല്ലുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച് അതിൽ ഡാമേജ് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ചൊറിച്ചിൽ വരിക, അതുപോലെ പൊളിഞ്ഞു വരിക, പിന്നെ പസ്റ്റ്യൂൾസ് പോലെ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ലീഷൻസ് വരുന്നത് അതിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പം ബേസിക്കലി ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് സോറിയാസിസ്. അതുപോലെ തന്നെ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഈ ലൈഫ് സ്റ്റൈലിന് ഇത് തുടങ്ങാനായിട്ടും ഇത് പ്രോഗ്രസ് ചെയ്യാനായിട്ടും ഒരു വലിയ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ശരിക്കും അതിന്റെ അർത്ഥം? ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബേസിക്കലി നമ്മുടെ ഫുഡ്, അതുപോലെ നമ്മുടെ ആക്ടിവിറ്റി, എക്സസൈസ് എന്ന് മാത്രം പറഞ്ഞാലും പറ്റില്ല. ആക്ടിവിറ്റി, അതായത് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ കായികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ആക്ടിവിറ്റി, അതുപോലെ സ്ട്രെസ്, സ്ലീപ്പ്, ഇതെല്ലാം ലൈഫ് സ്റ്റൈലിന്റെ ഘടകങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിലെന്തെങ്കിലും പ്രോബ്ലംസ്, നമുക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇതിൽ കൂടെ വരുമ്പോഴാണ് പലപ്പോഴും ഈ രോഗം വരുന്നത്. പിന്നെ അതുപോലെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് മരുന്നെടുത്തോ ചിലപ്പോൾ അല്ലാതെ തന്നെ ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. ഇപ്പം നമ്മൾ പലതരം ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മെഡിസിനും ആയുർവേദം, ഇതൊക്കെ എടുക്കുമ്പോൾ മാറും. പക്ഷെ വീണ്ടും ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് വരുമ്പോഴാണ് വീണ്ടും വരുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട, അതിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കാനും കൂടെ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ രോഗത്തിന് ഒരു ആശ്വാസം കിട്ടുക. അല്ലെങ്കിൽ ഇതുമായിട്ട് ഇത് വെച്ച് നമുക്ക് മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ശരിക്കും ഇത് ഇമ്മ്യൂണിറ്റി ആയിട്ട് വലിയ ബന്ധമുണ്ടെന്നാണല്ലോ പറയുന്നത്.
അപ്പൊ ഇമ്മ്യൂണിറ്റിയും നമ്മളുടെ ത്വക്കുമായിട്ട് എന്താണ് ശരിക്കും കണക്ഷൻ? ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ത്വക്ക്. ബേസിക്കലി നമുക്കറിയാം, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ബേസ് തന്നെ ആയിട്ട് വരും, ഏറ്റവും പ്രധാന ഒരു ഓർഗനായിട്ട് വരും ത്വക്ക്, ഓർ നമ്മുടെ ചർമ്മം, ഓർ സ്കിൻ എന്ന് പറയുമ്പോൾ. അപ്പം ഇത് നമ്മുടെ ബൗണ്ടറിയാണ്. നമ്മുടെ ഒരു വീടിനാണെങ്കിൽ നമുക്കറിയാലോ ഭിത്തി ഉണ്ടെന്ന്. ആ ഭിത്തി പോലെ തന്നെ നമ്മളെ കവർ ചെയ്ത് സംരക്ഷിക്കുന്ന കവചമാണ് സ്കിന്ന്. അപ്പൊ അതിനൊരു ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റും? അതിനകത്തോട് ബാക്ടീരിയ അകത്തേക്ക് പോകും. അത് മാത്രമല്ല, നമ്മുടെ സ്കിന്നാണ് നമ്മളുടെ ടെമ്പറേച്ചർ കൺട്രോളിന് മെയിൻ വർക്ക് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കൺട്രോൾ, നമ്മൾ സ്വെറ്റ് ചെയ്യും, വേർക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ടെമ്പറേച്ചർ ചൂട് പുറത്തേക്ക് വിടാനാണ്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യണം. അതുകൂടാതെ നമ്മുടെ ഉള്ളിലെ വെള്ളം ആവശ്യത്തിൽ കൂടുതൽ പുറത്തേക്ക് പോകാതെ നോക്കണം. അതുപോലെ ബാക്ടീരിയാസ് ഉള്ളിൽ പോകാതെ നോക്കണം. അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സ്കിന്നിന് സോറിയാസിസോ അല്ലെ എക്സിമിയോ ഏത് രോഗം വന്നാലും നമ്മളുടെ ആ സ്കിന്നിന്റെ ഒരു പ്രോബ്ലം മാത്രമല്ല, നമ്മുടെ ഹോൾ സിസ്റ്റത്തെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഈ കുടലിന്റെ ആരോഗ്യവും സോറിയാസിസുമായിട്ട് എന്താ ബന്ധം? നമ്മളുടെ സ്കിന്ന് നമ്മളെ പുറമേ നിന്ന് കവർ ചെയ്ത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയെ കവർ. അതുപോലെ നമ്മളുടെ ഉള്ളിൽ വായ മുതൽ മലദ്വാരം വരെ ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു റോഡ്, അതിനകത്ത് പലതരം ജീവികളും പലതരം ഫങ്ഷൻസും നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു മുറിവോ എന്തെങ്കിലും വരുന്നാല് അവിടെ നിന്ന് ബാക്ടീരിയ ഒക്കെ, ഇപ്പൊ നമ്മൾ സ്കിന്നിൽ മുറിവ് വന്നാൽ ബാക്ടീരിയ ഉള്ളിൽ പോകും, വൈറസ് ഉള്ളിൽ പോകും, ടോക്സിൻസ് ഉള്ളിൽ പോകും എന്ന് പറഞ്ഞാൽ അവിടെയും ഈ സെയിം പ്രോസസ്സ് തന്നെ നടക്കുന്നുണ്ട്. അപ്പം മിക്കവാറും സോറിയാസിസ് പേഷ്യൻസിൽ ഇതിന്റെ എല്ലാം നമ്മളുടെ സിസ്റ്റം നമ്മളൊന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല നിൽക്കുന്നത്. മിക്കവാറും വയറിനകത്തുനിന്നുള്ള പ്രശ്നങ്ങളായിരിക്കും സ്കിന്നിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ വയറിൽ ലീക്കി കെട്ടെന്നൊക്കെ പറയും. അതായത് നമുക്കിപ്പം ഒരു നമ്മൾ അസിഡിറ്റി വെച്ചിട്ട് അൾസർ ഉണ്ടായി, അപ്പൊ അവിടെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു ലീഷൻ പോലെയാണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ ഉള്ളിലേതിനാണ്, നമ്മൾ വാ മുതൽ മലദ്വാരം വരെയുള്ള മ്യൂക്കസ് മെമ്പറൈൻ ആണ്. സ്കിൻ ഹോൾ ബോഡി കവർ ചെയ്യുന്ന പോലെ ഈ മ്യൂക്കസ് മെമ്പറൈനിൽ വിള്ളലുകൾ, ഈ അൾസറൊക്കെ പോലെ വന്നു കഴിയുമ്പോൾ അതിനകത്തൂടെ ഈസി ആയിട്ട് ബാക്ടീരിയക്കും വൈറസിനും, ഈവൻ നമ്മൾ ഫുഡ് നമുക്കറിയാലോ വയറിനകത്തുള്ളത് ഒട്ടും ക്ലീൻ അല്ല, അവിടെ ഒത്തിരി ബാക്ടീരിയ വൈറസും ഒക്കെ ഉണ്ട്. നമ്മൾ ഛർദിലിനെ ആണെങ്കിലും പുറത്തേക്ക് വരുന്ന എന്തിനേയും നമ്മൾ ഒരു അൺഹൈജീനിക്ക് അല്ലെങ്കിൽ അതൊരു അൺക്ലീൻ ആയിട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനകത്ത് ബാക്ടീരിയയും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതും അതുപോലെ തന്നെ പ്രോപ്പർലി ഡൈജസ്റ്റഡ് അല്ലാത്ത ഫുഡും ഒക്കെ ഉള്ളിലേക്ക് പോകും. അതും നമ്മളുടെ ഒരു ഈ ഫ്ലെയറപ്പ് വരാൻ, അതായത് സോറിയാസിസ് വരാനും അതിന് കൂടാനും ഒക്കെ കാരണമാകുന്നുള്ളതാണ്. പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അത് ചില ടൈപ്പ് ഓഫ് സോറിയാസിന് പ്രത്യേകിച്ചുകൊണ്ട് കുട്ടികളിലൊക്കെ വരുമ്പോൾ നമ്മൾ ടോൺസിലൈറ്റിസ്, അതുപോലെ അഡനോയിഡൈറ്റിസ്, നമ്മുടെ വായിലുള്ള ഇൻഫെക്ഷൻ, അതായത് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് പോസ്റ്റുകളാണ്. നമുക്കിപ്പം കൊച്ചില് നേവൽ ബേസ് ഉണ്ടെന്നുള്ളതുപോലെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ബേസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ സ്റ്റേഷൻ പോലെയാണ് നമ്മുടെ ടോൺസിലും അഡനോയിഡ്സും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഈ പ്രത്യേകിച്ച് സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിൻ പ്രോബ്ലംസ് വരാനും സോറിയാസിസ് ഒക്കെ പോലുള്ള വരാനും ഉള്ള ചാൻസ് വെരി ഹൈ ആണെന്നുള്ളതാണ്. ശരിക്കും ഈ സോറിയാസിസിന്റെ തുടക്കം തിരിച്ചറിയാൻ പാടാണെന്നാണ് കേൾക്കുന്നത്. അത് ശരിക്കും എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും മാർഗം? സോറിയാസിസിന്റെ ഡയഗ്നോസ് ശരിക്കും നമ്മുടെ അപ്പിയറൻസ്, ഡോക്ടേഴ്സ് ഏതാണ് എങ്ങനെയാണെന്ന് കണ്ടാണ്. ഇപ്പൊ മൈൽഡർ ഫോം, നമ്മൾ മുടിയിൽ താരൻ പോലെ വരുമല്ലോ തലയിൽ, അതൊരു മൈൽഡർ ഫോം ആയിട്ട് ഓരോ അല്ലാതെ എടുക്കാം. ചിലരിൽ മാത്രമേ ഇപ്പൊ താരം വന്നെന്നത് എല്ലാവർക്കും സോറിയാസിസ് ആയിട്ട് മാറണമെന്നില്ല. പക്ഷെ ഇങ്ങനെ കട്ടിപ്പും ഫ്ലേക്കിങ് പോലെ ഒത്തിരി കൂടുവാണെങ്കിൽ അതൊരു സോറിയാസിസ് ആണോ എന്ന് നമ്മൾ ഡൗട്ട് എടുത്ത് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ മൂക്കിന് ചുറ്റും വായ്ക്ക് ചുറ്റും. അതുപോലെ തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ ഒരു ഫോമാണ് ഈ താരൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ രീതിയിൽ ചിലപ്പം മൈൽഡർ ഫോം ഓഫ് സോറിയാസിസ് വരാം. അപ്പൊ അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അത് ഏതാണെന്നൊക്കെ. പക്ഷെ സിവിയർ ഫോമിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വെരി ക്ലിയർ ആണ്. ഡോക്ടേഴ്സിനും പേഷ്യൻസ് തന്നെ, ഇപ്പൊ നമ്മളെപ്പോഴും ഒരു ഇത് വരുമ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്ത്, പ്രത്യേകിച്ച് സ്കിൻ ആണെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താണല്ലോ പോകുന്നത്. അപ്പൊ അവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡയഗ്നോസ് ചെയ്യാം. അത് തന്നെ സോറിയാസിസ് തന്നെ ഇപ്പൊ സ്കിൻ നമുക്ക് ഇതിൽ വരുമ്പം കട്ടേജ് സോറിയാസിസ്, പസ്റ്റുലാർ സോറിയാസിസ്, എറിത്രോഡെർമ സോറിയാസിസ്, അങ്ങനെ പല ഡിഫറെന്റ് വിഭാഗങ്ങളായിട്ട് അതിന്റെ അപ്പിയറൻസ് വെച്ച് സോറിയാസിസ് തന്നെയായിരിക്കും, അത് പല രീതിയിലായിരിക്കും വരുന്നത്. അതുകൊണ്ടൊക്കെയുള്ള കൺഫ്യൂഷനുകളാണ്. പിന്നെ ചില സോറിയാസിസും വേറെന്തെങ്കിലും സ്കിൻ ഡിസീസ് ആണോ എന്നുള്ള കൺഫ്യൂഷനും ഒക്കെ വരാമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ സോറിയാസിസ് പല കാരണങ്ങൾ കൊണ്ട് ട്രിഗർ ചെയ്യും എന്ന് പറയും. അത്
കൂടുകയും അങ്ങനെ ഇടയ്ക്ക് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ശരിക്ക് തുടക്കത്തിൽ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ഈ ട്രിഗേഴ്സ് തിരിച്ചറിയാൻ എങ്ങനെയാണ് സാധിക്കുക? നമുക്ക് ചൊറിച്ചിൽ വന്നു, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു ട്രിഗറായിട്ട് എടുക്കണം. അപ്പൊ അതിൽ ട്രിഗർ വരുന്നത് മിക്കവാറും എന്തെങ്കിലും ഫുഡിന്റെ തെറ്റിക്കുമ്പോഴാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് പറയായിരുന്നു, അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാമാർ ആൻഡ് പ്ലാന്റർ സോറിയാസിസ് എന്ന് പറഞ്ഞ ഈ കൈയുടെ ഉള്ളം കൈയും കാലുമാണ്. അത് കംപ്ലീറ്റ് അങ്ങ് പൊളിഞ്ഞു വന്നിരിക്കുന്നത് പോലെ വന്നിരിക്കുക. ബാക്കി ഉണ്ട്, പക്ഷെ അവിടത്തേക്കാളും കൂടുതൽ കൈ കംപ്ലീറ്റ് കാലും ഇത് ചെയ്തിരിക്കുക. അപ്പൊ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അതിൽ ഇങ്ങനെ കൂടുതൽ വിള്ളലൊക്കെ വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ കൂടെ വന്ന് വേദനയും വരുമല്ലോ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ലാസ്റ്റ് ഒരു ഫെസ്റ്റിവൽ ഈസ്റ്ററിന്റെ എന്തോ ആയിരുന്നു, ഈ ക്രിസ്ത്യൻ ആണ് അവര്. അപ്പൊ ഈസ്റ്ററിന്റെ ഒക്കെ സമയത്ത് ന്യൂ ഇയറും ഈസ്റ്ററും കൂടെ ഒന്ന് ന്യൂ ഇയർ ക്രിസ്മസോ ഈസ്റ്ററോ എന്തോ. അപ്പം ആ സമയത്ത് കുറച്ച് ഫുഡിനൊക്കെ തെറ്റിച്ചു. അവർ ട്രിപ്പൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് വിതിൻ ഫ്യൂ വീക്സ് വന്നപ്പോഴേക്കും ഫ്ലെയർ അപ്പ് വന്നു. അപ്പൊ അതാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പൊ നമ്മൾ വെരി കോൾഡ് ക്ലൈമറ്റിലേക്കൊക്കെ ട്രാവൽ ചെയ്ത സോറിയാസിസ് ഉള്ളവർക്ക് ചിലപ്പം അതിലൊക്കെ കൺട്രോൾ ആയിട്ടിരിക്കുകയായിരിക്കും, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഫ്ലെയർ അപ്പ് വരാം. അപ്പൊ ആ ക്ലൈമറ്റ് മാറുന്നു, അതിനോടൊപ്പം ട്രാവലിന്റെ ഒക്കെ സ്ട്രെസ് വരുന്നു, അതിനോടൊപ്പം ട്രാവൽ വരുമ്പോഴേക്കും ഫുഡെല്ലാം മാറുമല്ലോ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഫ്ലെയർ അപ്പിലേക്ക് വരുന്നത്. പിന്നെ ഉള്ളത് മെന്റൽ സ്ട്രെസ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലം വരികയാണെങ്കിൽ അതും പലരും പറയും, ഇവൻ ഹസ്ബൻഡ് പറയും വൈഫുമായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് പിന്നെ കൂടി, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ചെറിയൊരു ഇതൊക്കെ വന്നാൽ മതി, ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഒക്കെ വന്നു കഴിയുമ്പോൾ, ഓർ ഫൈനാൻഷ്യൽ പ്രോബ്ലംസോ അല്ലെ ജോലിയിലെ സ്ട്രെസ്, ഇതെല്ലാം ഫ്ലെയർ അപ്പിന് കാരണമാകും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലെയർ അപ്പിന്റെ കാരണങ്ങളായ അടിസ്ഥാന കാരണങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ ഇത് റിവേഴ്സ് ചെയ്യാവുന്നതാണോ? ഇപ്പം റിവേഴ്സിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല രീതിയിലുള്ള വർഷങ്ങളായിട്ട് സോറിയാസിസ് ഉള്ള പേഷ്യൻസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. 10, 20, 30 വർഷമൊക്കെ ആയിട്ട് എല്ലാവിധ ട്രീറ്റ്മെന്റും അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആയുർവേദം തന്നെ പലയിടത്തും നോക്കിയിട്ടുണ്ടാവും, പല സ്കിൻ സ്പെഷ്യലിസ്റ്റ് കണ്ടിട്ടുണ്ടാവും. പിന്നെ പലരും ഹോമിയോയും യുനാനി അങ്ങനത്തെ ട്രീറ്റ്മെന്റും ഉണ്ടല്ലോ, സിദ്ധ, അങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും ഈ ആയുർവേദത്തിലൊക്കെ പോയി ട്രീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്ന് ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും അവർക്ക് വീണ്ടും പഴയ നിലയിലേക്ക് പോകും. അതൊക്കെയാണ് കാണുന്നത്. പിന്നെ മോഡേൺ മെഡിസിനിലാണെങ്കിൽ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വീണ്ടും ഫ്ലെയറപ്പ് വരും. അപ്പോൾ ഫ്ലെയറപ്പ് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇപ്പം പല ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പം ചിലപ്പം ഒരു മരുന്ന്, 2 മരുന്ന്, ലോക്കൽ ആപ്ലിക്കേഷൻ, പിന്നെ ഓറൽ, അങ്ങനെ ഇതിലേക്ക് എല്ലാം പോയിട്ടും പിന്നെ കൂട്ടി മരുന്നുകൾ കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ലെവലിലുള്ള പേഷ്യൻസിനെയും നമ്മൾ കാണാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാര്യങ്ങൾ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒരു സൊറിയാറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ഫുഡ്, അവരുടെ ബോഡി എന്തൊക്കെയായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതും, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടവർ. പിന്നെ അവരുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ലെവല്, പിന്നെ അവരുടെ മറ്റുള്ള സിസ്റ്റം ഇതുകൊണ്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് കിഡ്നിയെയും ലിവറിനെയും ജോയിൻസിനെ പലർക്കും സൊറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തന്നെ തുടങ്ങുക. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഏറ്റവും മിനിമം ഫുഡ്, ഏറ്റവും നമ്പർ ഓഫ്, കാരണം ഏതിൽ നിന്നാണ് നമുക്കിത് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് ഉള്ള ഫുഡാണ് നമ്മൾ നോക്കുക. അതുകൊണ്ട് അതുപോലെ തന്നെ പലർക്കും ഒത്തിരി ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് കൂടുതലുണ്ടെന്നുള്ളതാണ് ബോഡിയിൽ. അപ്പൊ അത് ഒരു ടോക്സിൻ പോലെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന omega-3, omega-6 എന്ന് പറഞ്ഞ 2 ഫാറ്റാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒത്തിരി നട്ട്സും ഓയിലി ഐറ്റംസും ഫ്രൈസും ഒക്കെ കഴിക്കുമല്ലോ. അപ്പൊ അതിൽ ഈ നമ്മളുടെ മിക്കവാറും ഉള്ള എല്ലാ കുക്കിംഗ് ഓയിലും omega-6 വെരി ഹൈ ആണ്. അതേസമയത്ത് omega-3 ഒട്ടുമില്ല. അപ്പം നമ്മൾ ഈ omega-3യുടെ omega-6ന്റെ ബാലൻസ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇൻഫ്ലമേഷനും ആന്റി ഇൻഫ്ലമേഷനും ഹീലിംഗും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സോറിയാസിസ് ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ omega-6 കുറയണം. അപ്പോൾ നമ്മുടെ ബോഡി 10, 15 അല്ലെ 20 കിലോ ഓവർ വെയിറ്റ് ആണെങ്കിൽ അതിനകത്ത് കൂടുതലും ഈ omega-6 ഫാറ്റ് ഒത്തിരി ഉണ്ടാവും. omega-3 വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെയും കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പിന്നെ ഈ മിക്കവാറും പല ഈ ഹെവി മെറ്റൽസും അതുപോലെ പല ടോക്സിൻസും ഈ ഫാറ്റിലായിരിക്കും പോയി അടിഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഫാറ്റും, എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ കളയണം. നമ്മളുടെ പലരും ഭയങ്കര ഡള്ളായിരിക്കും, പലരും എക്സസൈസ് ഒന്നും ചെയ്യാത്തവരായിരിക്കും. കാരണം പിന്നെ ഈ ഇച്ചിങ്ങും ചൊറിച്ചിലും അസ്വസ്ഥതകളും, അപ്പം മാനസികമായിട്ടൊക്കെ ഡള്ളായിട്ടിരിക്കുമ്പം നമ്മളെപ്പോഴും മെൻ്റലി ആണെങ്കിലും
ഒരു സന്തോഷം തോന്നുമ്പോഴാണല്ലോ നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ്നസ് വരണമെന്ന് തോന്നുന്നത്. ഇതിപ്പോൾ ഈ രോഗം കാരണം തന്നെ ആ ഫിറ്റ്നസിനോടുള്ള താല്പര്യവും എല്ലാം കുറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ അതെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റീവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പലരും ഈ മെത്തോട്രെക്സേറ്റ്, സ്റ്റിറോയിഡ്സ്, ഈവൻ ബയോളജിക്കൽസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നിട്ടും അവർക്കൊരു ഒരു ഒരു റെമിഷൻ, ഒരു കൺട്രോളിലായിരിക്കും, പക്ഷെ എന്നാലും ഒത്തിരി ലീഷൻസ് ഒക്കെ പലർക്കും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും ഈ മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലെയുള്ള വളരെ ഇതിന്റെ മരുന്നുകൾ വിത്ഡ്രോ ചെയ്യുമ്പോഴും വളരെ സ്ലോയിലേ പാടുള്ളൂ. പെട്ടെന്ന് ഒരു മരുന്നൊക്കെ അങ്ങ് നിർത്തിക്കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എക്സാസർബേഷൻ ആയിട്ട് മാറാം. ഈവൻ സ്റ്റിറോയിഡ്സ്, ഏത് മരുന്നും അതുപോലെ ചില മെത്തോട്രെക്സേറ്റ് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഫ്ലെയറപ്പിലേക്ക് പോകാം. അപ്പം നമ്മൾ നോക്കി വളരെ കൺട്രോൾഡ് ആയിട്ടായിരിക്കും ഇതിന്റെ മരുന്നുകളാണേലും. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുമ്പോൾ അത് പതുക്കെ അതനുസരിച്ച് മരുന്നുകൾ ഓരോന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്തും. മിക്കവാറും ചിലർക്കൊക്കെ കുറച്ച് മരുന്നേ ഉള്ളെങ്കിൽ ഇതിനെ മന്ത് തന്നെ നിർത്താം. പക്ഷേ ചിലർക്ക് കൂടുതൽ മരുന്നുകളും കൂടുതൽ കാലങ്ങളും ആയിട്ടുള്ളവരാണെങ്കിൽ ഈ മാക്സിമം കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ വിതിൻ 2-3 മന്ത്സ് എല്ലാവരുടെയും തന്നെ മരുന്നുകൾ നിർത്തി ഇരിക്കും. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ലൈഫ് സ്റ്റൈൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. സ്ട്രെസ് വരാം, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതിൻ്റെ തുടക്കം കാണുമ്പോൾ തന്നെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ, അതായത് ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഈ അപ്രോച്ചിൽ വരുന്നത് ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് രോഗിക്ക് തന്നെ അവരുടെ ബോഡി എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്താൽ അവർക്ക് ഈ രോഗത്തിൽ നിന്നില്ലാതെ അവർക്ക് സ്വസ്ഥമായിട്ട് അവരുടെ ജോലികളും കൊണ്ടുപോകാൻ പറ്റും. സ്വസ്ഥമായിട്ട് ഇപ്പം ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റാത്തവരെ കാണാറുണ്ട്. അപ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണം. അവരുടെ ജോലികളിൽ അവർക്ക് ഡേ ടു ഡേ വർക്കുകളിൽ, ഇപ്പം ഓഫീസ് വർക്കാണെങ്കിലും ഏത് വർക്കിലാണെങ്കിലും അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാനും വർക്ക് ചെയ്യാനും പറ്റണം. ആ ഒരു നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഡോക്ടർ ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ, ജോലിയും സോറിയാസിസും. അപ്പം അങ്ങനെ എന്തെങ്കിലും കേസസ് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ ഈ ജോലിയെ എഫക്റ്റ് ചെയ്യുന്ന പോലെ സോറിയാസിസും? അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അവർ മാനേജ് ചെയ്തത്? ഡെഫിനറ്റ്ലി സോറിയാസിസ് ജോലി എഫക്റ്റ് ചെയ്യും. ഒന്ന്, ഇപ്പം മുഖത്തോ പുറമേ കാണുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അവർക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ മടിയായിരിക്കും. അപ്പം ഈവൻ കുട്ടികൾക്ക് പോലും വരുന്ന രോഗമാണിത്. അപ്പം ഇത് ഉള്ളിലൊക്കെ ആണെങ്കിൽ പിന്നെ ആരും അറിയേല. നമുക്ക് അതൊരു ആശ്വാസമാണ്. ആരും കാണുന്നില്ലാത്തപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു സമാധാനം ഉണ്ടാകും. പക്ഷെ ചൊറിച്ചിൽ വരുമ്പം, ഇപ്പം നമ്മൾ വർക്കിലിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഓഫീസ് വർക്കാണ്, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ചൊറിഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈവൻ ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരു ടീച്ചർ, അവർ പറയും, ഞാൻ 2-3 ദിവസമായി ഡോക്ടർ ഉറങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് തലയിലായിരുന്നു ഏറ്റവും കൂടുതൽ. ബോഡിയിൽ ഇഷ്ടംപോലെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുക? സ്കൂളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ വർക്ക് ചെയ്യണമെന്നുണ്ട്, ഒന്ന് എക്സ്റ്റേണലി കാണുന്നിടത്താണെങ്കിൽ അത് കാണുന്നതിൻ്റെ സ്ട്രെസ്. അപ്പോൾ പലരും എന്താണെന്ന് വെച്ചാൽ ജെൻസ് ഒക്കെ ആണെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് മാനേജ് ചെയ്യുകയായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ലേഡീസ് ആണെങ്കിലും മാക്സിമം അവർ കവർ ചെയ്ത് അതിനകത്ത് പുറത്ത് കാണാത്ത രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ചൊറിച്ചിലും പിന്നെ അസ്വസ്ഥതകൾ വരുമല്ലോ, ഒത്തിരി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണുന്നത് മാത്രമല്ല, അവരുടെ അസ്വസ്ഥത കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അത് എപ്പോഴും വളരെ കോമൺ ആണ്. അപ്പം അങ്ങനെ വരുന്നത് ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് വരുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെ ആവാറുണ്ട്. അവസാനമായിട്ട് ശരിക്കും പറഞ്ഞാൽ പുതിയതായിട്ട് ഇങ്ങനെ സോറിയാസിസ് ഡെവലപ്പ് ചെയ്തു എന്ന് സംശയിക്കുന്ന ഒരു പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ഇങ്ങനെ വളരെ കാലങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനോ ആയിട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? നമ്മളൊരു സ്കിൻ ലീഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ മാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാം. അപ്പോൾ അതിനകത്തുനിന്ന് ഡയഗ്നോസിസ് എന്താണെന്ന് കിട്ടും. യൂഷ്വലി ചെറിയ മൈൽഡ് ഫോം ആണെങ്കിൽ അവിടെ ഓയിൻമെൻ്റ് ഒക്കെ മിക്കവാറും ഒരു സ്റ്റിറോയിഡ് ഓയിൻമെൻ്റ് ആയിരിക്കും മിക്കവാറും ഉള്ള, ഇമ്യൂണോസപ്രസൻ്റ് ഓയിൻമെൻ്റ് ആണ് മിക്കവാറും ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം സ്കിൻ സ്പെഷ്യലിസ്റ്റ് കൊടുക്കും. അത് വെച്ചൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മാറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും, അത് കഴിഞ്ഞിട്ട് വീണ്ടും വരും. അങ്ങനെ മാറാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് മരുന്നെടുക്കുമ്പോൾ മാത്രം മാറും, പിന്നെ തിരിച്ചു വരും. പക്ഷെ എങ്കിലും മാനേജ് ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മളത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോറിയാസിസ് പോയിന്റ് ഓഫ് വ്യൂല് ചെറിയ റിലേഷൻസ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ മാനേജ് ലൈക്ക് ദറ്റ്. പക്ഷെ കൂടുന്നു എന്ന് കാണുമോ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇതായിട്ടൊരു ജോയിൻറ്റ് പെയിൻ വരുന്നു, മൊത്തത്തിൽ ബോഡി പെയിന്, ജോയിൻറ്റ് പെയിന് ഇങ്ങനെയൊക്കെ വരുന്നു എന്ന് കണ്ട് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് തന്നെ കണ്ട് അതിൽ ജസ്റ്റ് പിന്നെ ചിലർക്ക് ഭയങ്കര ടയർഡ്നെസ് ഉണ്ടാകും. അതുപോലെ ചിലർക്ക് ഒരു ലോ ഗ്രേഡ് ഫീവർ പോലെ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചൊറിച്ചിൽ, ഇതൊക്കെ മാറാതെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ വർഷങ്ങളായിട്ട് സോറിയാസിസുമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും അതിനകത്ത് മാറണമെന്നുണ്ടാവും. കാരണം മെത്തോട്രെക്സേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെരി ടോക്സിക് മെഡിസിൻ ആണ്. അപ്പോൾ അതിലിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് തന്നെ ഒരു പേഷ്യൻ്റ് പറയുകയാണ്, അവർ
സോറിയാസിസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മരുന്നെടുക്കണം. അപ്പോൾ അവർ വേഗം അവരോട് സോറിയാസിസ് മിക്കവാറും അവരെ മെത്തോട്രെക്സേറ്റ് ആയിരിക്കണം ചെയ്യുക, ഹസ്ബൻഡിനാണ്. എന്നിട്ട് ഹസ്ബൻഡിനോട് മരുന്ന് സോറിയാസിന് തുടങ്ങിയാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ പ്രോബ്ലം വരും, അതുകൊണ്ട് നിങ്ങൾ കൺസീവ് ചെയ്യുക. അപ്പോൾ അവർ കൺസീവ് ചെയ്തിട്ട് 3 months ആയപ്പോഴേക്കും, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഹസ്ബൻഡിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നതിൻ്റെ ഇതിലാണ് അപ്പോൾ അവർ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൂടെ കൺസിഡർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ അവരോട് സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻ എടുക്കണം. ഏത് മരുന്നാണെങ്കിലും അത് നമ്മളുടെ വൈഫിന് മാത്രമല്ല, മദറിൻ്റെ മരുന്നുകൾ മാത്രമല്ല കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അച്ഛൻ്റെ മരുന്ന്, പ്രത്യേകിച്ച് കൺസീവ് ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്തെ മരുന്നുകളും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് അവരത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് കുറച്ച് ഓയിൻമെൻറ്റും അതുപോലത്തെ, പക്ഷേ എന്നാലും ഹോൾ ബോഡി എഫക്റ്റഡ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്ട്രോങ്ങർ മെഡിസിന് പോകുന്നതിനായിട്ട് വന്നതാണ്. അപ്പം ആ നിലയിൽ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവരുടെ മരുന്നുകൾക്ക് നമ്മൾ മിക്കവാറും മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലെയുള്ള മരുന്നുകൾ ലോങ് ടൈം എടുത്തു കഴിയുമ്പോൾ ലിവറിന് പ്രോബ്ലം വരാം. പിന്നെ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ലിവർ എൻസൈംസും കൂടുതലായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. ഫാറ്റി ലിവറും നാഷ് എന്ന് പറയും, അദ്ദേഹം ഇടയ്ക്ക് ആൽക്കഹോളും ഉണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസും കൂടെ ഉണ്ട്, ആൽക്കഹോളും ഉണ്ട്, ഒബേസിറ്റി ഉണ്ട്. അപ്പം ലിവറിനെ ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസും ഒക്കെ കൂടി എഫക്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു കാരണമാണ്. ഇപ്പം വൈഫ് പ്രഗ്നൻ്റ് ആയി, കൊച്ചിൻ്റെ കാര്യത്തിൽ സേഫ്റ്റി വന്നാലും അദ്ദേഹത്തിന് മെത്തോട്രെക്സേറ്റ് പോലെയുള്ള മരുന്നുകൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഈവൻ മോണോക്ലോണൽ ആൻറ്റിബോഡി ബയോളജിക്കൽസ് പോലെയുള്ള മരുന്നുകൾ എടുക്കുന്നതും ഈ ലിവർ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർക്ക് അവരുടെ ലിവറിനെ ബാധിക്കും. അപ്പം ആ പോയിന്റ് ഒക്കെ കൊണ്ടാണ് അദ്ദേഹം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് ചിന്തിക്കാനായിട്ടുള്ള കാരണം. ഡെഫിനറ്റ്ലി ഇതിപ്പോൾ അതിൻ്റെ നമുക്ക് സാധാരണ ഇപ്പം നമ്മളൊരു മോണോക്ലോണൽ ആൻറ്റിബോഡിയോ അതുപോലത്തെ ലേറ്റസ്റ്റ് ബയോളജിക്കൽസോ മെത്തോട്രെക്സേറ്റോ ഒക്കെ എടുത്താലും ഈ സോറിയാസിസ് മാത്രമല്ലേ ഇത് വരുന്നുള്ളൂ. അത് നമ്മുടെ ബോൺ മാരോയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം ഒക്കെ. അതുപോലെ മറ്റ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വരാൻ തന്നെ കാരണമാകാം. പലർക്കും ഈ ബയോളജിക്കൽസ് ഒക്കെ എടുത്തു കഴിയുമ്പോഴേക്കും തൈറോയിഡൈറ്റിസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. അപ്പം ഇങ്ങനത്തെ എല്ലാം പ്രോബ്ലം ഉണ്ട്. അതേസമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ റൂട്ട് കോസിലാണ് നമ്മൾ കണ്ട് ചെയ്യുന്നത്. അവിടെ ഒബേസിറ്റി ഉണ്ട്, എക്സസ് ടോക്സിൻ ഫാറ്റ് കൂടുതലുണ്ട് ബോഡി, അവിടെ മുതൽ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. അപ്പം നാച്ചുറലി എക്സസ് ഫാറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഫാറ്റി ലിവറും മാറും. അപ്പം നമ്മൾ സോറിയാസിസിന് മാത്രമല്ല ബെനിഫിറ്റ് വരുന്നത്, ഫാറ്റി ലിവറിന് ബെനിഫിറ്റ് കിട്ടും, ഒബേസിറ്റി മാറും, സോറിയാസിസ് മാറും. അപ്പം പിന്നെ നമ്മൾ എവിടെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്നൊക്കെ കണ്ടുപിടിച്ച് അതനുസരിച്ച് ജീവിക്കാനും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഒരു 3 to 6 months നമ്മളുടെ ബോഡി മൊത്തത്തിൽ ഫിറ്റ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യത്തിലല്ല ഇപ്പം ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മൾ ഓരോ അസുഖത്തിനും ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ ലിവർ എൻസൈംസ് കൂടുതലാണെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. പിന്നെ ഒബേസിറ്റിക്ക് ആണെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് പോകണം. അപ്പം അത് എല്ലാം നമുക്ക്, കാരണം മോഡേൺ മെഡിസിൻ്റെ എല്ലാം സ്പെഷ്യാലിറ്റി അനുസരിച്ചായിരിക്കും. ഒരാൾ അവരവരുടെ സ്പെഷ്യാലിറ്റിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മളുടെ മനസ്സിലാക്കേണ്ടത് റൂട്ട് കോസ് ഓഫ് ഈ 3 ഫാക്ടറുണ്ട്. ഫാറ്റി ലിവറും ഉണ്ട്, ഒബേസിറ്റിയും ഉണ്ട്, സോറിയാസിസും ഉണ്ട്. അതിനൊപ്പം നോക്കുമ്പോൾ പ്രഷറും കൂടുതലാണ്. അപ്പോൾ അതവർ അറിഞ്ഞിട്ടില്ല. ഇപ്പം നോക്കുമ്പോൾ പ്രഷറും കൂടുതലുണ്ട്. 1-2 പ്രാവശ്യം അവർ നോട്ട് ചെയ്തിരുന്നു പ്രഷർ കൂടുതലുണ്ടെന്ന്. ഇതെല്ലാം കൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം, പ്രൊവൈഡഡ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണോ എന്ന് മാത്രമാണ്. സോറിയാസിസിന് ഇപ്പം നിലവിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അവൈലബിൾ? സോറിയാസിസിന് നമ്മൾ മോഡേൺ മെഡിസിനിൽ, എനിക്ക് മോഡേൺ മെഡിസിനെ കുറിച്ചാണ് അറിയാവുന്നത്. അപ്പം മോഡേൺ മെഡിസിനിലാണ് നമ്മൾ ചെറിയ നിലയിലുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കൻസ് എന്ന് പറയും. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. അതിൽ കൂടുതലുണ്ട് നെക്സ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ആയിട്ട് സ്റ്റിറോയിഡ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ്, അതായത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ടോപ്പിക്കിൽ. പിന്നെ കുറച്ചുകൂടെ കൂടിയ ആൻറ്റി മെറ്റബോളൈറ്റ് ഗ്രൂപ്പ് സ്റ്റിറോയിഡ്സ് ഒക്കെ വരും. അതിൽ വരുന്ന നമ്മൾ ഏറ്റവും ഇവിടെ ഞാൻ കൂടുതലായിട്ട് കാണുന്നത് മെത്തോട്രെക്സേറ്റ് എന്നുള്ള ഒരു മരുന്നാണ് കാണുന്നത്, ഒരെണ്ണം. പിന്നെ അതുപോലെ പല ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ട്. സ്റ്റിറോയിഡ്സ് പോലെ ഒരു ഡിസീസ് ഇമ്മ്യൂൺ മോഡുലേറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള പലതരം മരുന്നുകളും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഏറ്റവും ഇതിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ബയോളജിക്കൽസ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മരുന്നുകളാണ്. അതിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയും. അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോഡുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാണ്. അത് ഈ മരുന്നുകളെല്ലാം തന്നെ ക്യാൻസറിന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ലെവൽ ഓഫ് മെഡിസിൻസ് ഞാൻ പറഞ്ഞാൽ ടോപ്പിക്കലായിട്ട് ഇടുന്നതുണ്ട്, പിന്നെ സ്റ്റിറോയിഡ്സ് ഉണ്ട്. നെക്സ്റ്റ് ആൻറ്റി മെറ്റബോളൈറ്റ്, അതും ക്യാൻസർ മെഡിസിൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെത്തോട്രെക്സേറ്റ് ഒക്കെ ആൻറ്റി ക്യാൻസർ മെഡിസിൻ പെട്ടതാണ്. നെക്സ്റ്റ് വരുന്ന ബയോളജിക്കൽസ് എന്ന് പറയുന്നതും കൂടുതലും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി, ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പി, ക്യാൻസർ ടാർഗറ്റഡ് തെറാപ്പി എന്നൊക്കെ പറയുന്നതിന് യൂസ് ചെയ്യുന്ന ആ ഗ്രൂപ്പിലുള്ള മരുന്നുകൾ തന്നെയാണ് സോറിയാസിസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് 3rd ലെവലാണ്. അപ്പോൾ ഈ ലെവൽ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ സൈഡ് ഇഫക്ട്സും ടോക്സിസിറ്റി, അതായത് മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റും ടോക്സിസിറ്റി അനുസരിച്ചാണ്.
അപ്പം ഈ മറ്റേ പ്രൈമറി ലെവലിൽ പറ്റാത്തവർക്കാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഇപ്പം പലപ്പോഴും ഞാൻ പലപ്പോഴും പേഷ്യൻസ് കാണാറുണ്ട്. ഈവൻ കുറച്ച് കൂടുതലായിട്ട് ആദ്യം വരുമ്പോൾ തന്നെ ബയോളജിക്കൽസിലേക്കൊക്കെ പോകുന്നത്. ബിക്കോസ് ബയോളജിക്കൽസ് വെരി എക്സ്പെൻസീവ് മെഡിസിൻ ആണ്. അപ്പം ഇൻഷുറൻസ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒക്കെ ആയിട്ടുള്ളവരും ഒക്കെ പലരും ആ ഒരു ചിന്തയിൽ മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള എടുത്താൽ മോർ സേഫ് ആണെന്നുള്ളത് ഒരു ചിന്തയിൽ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ബയോളജിക്കൽസിന്റെ ഒന്നും സൈഡ് ഇഫക്ട്സും അത് എങ്ങനെ നമ്മുടെ ബോഡിയിൽ ബിഹേവ് ചെയ്യുന്ന പോലും പലതിനെ കുറിച്ചും ഒട്ടും, പ്രത്യേകിച്ച് ന്യൂവർ വൺസ് വരുമ്പോൾ പോലെ എവറി മന്ത് ഓർ 2 എന്നുള്ളത് പോലെ 1 or 2 മെഡിസിൻസ് ഇങ്ങനെ ഇപ്പൊ എല്ലാം ട്രെൻഡ് ബയോളജിക്കൽസിലാണ്. അതായത് ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇതിലാണ് ഏത് അസുഖത്തിന്റെ ആണെങ്കിലും വരുന്നത്. പ്രത്യേകിച്ച് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനും ക്യാൻസറിനുള്ള മെഡിസിൻസ്. അപ്പൊ അതുകൊണ്ട് അത് സേഫ് ആണെന്ന് കരുതരുത്. എല്ലാം കോസ്റ്റ്ലി ആണെന്ന് കരുതി അത് സേഫ് ആണെന്ന് കരുതരുത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളെപ്പോഴും ലോവർ ലെവലിൽ നിന്ന് തന്നെ ഏറ്റവും പ്രൈമറി ചെയ്യേണ്ടത് ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ശരിക്കും പേഷ്യന്റ് കറക്റ്റായിട്ട് നോക്കി നല്ല അതിന്റെ വേണ്ട സപ്പോർട്ട് കിട്ടി, ക്ലിനിക്കൽ സപ്പോർട്ടോടെ, അതായത് സ്വയം എത്തുന്നില്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ക്ലിനിക്കൽ സപ്പോർട്ടോടെ ലൈഫ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ മരുന്ന് ബേസ് മെഡിസിൻസ് എപ്പോഴേലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ തന്നെ ആ ബേസ് ടോപ്പിക്കൽ ആപ്ലിക്കൻസ് വെച്ചോ വെരി ലോ ഡോസ് സ്റ്റിറോയിഡ്സ് വെച്ച് അപ്പോഴത്തെ ആ ഫ്ലെയറപ്പ് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഈ സെക്കൻഡ് ഓർ തേർഡ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് പ്രൊവൈഡഡ് രോഗിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് മനസ്സിലാക്കി കൊടുത്ത് അത് ഫോളോ ചെയ്യാനുള്ള താല്പര്യവും കൂടെ പേഷ്യന്റിനുണ്ടെങ്കിൽ അത് പോസിബിൾ ആണെന്നുള്ളതാണ്. സാധാരണ പേഷ്യൻസിന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രോങ് മെഡിസിൻ ആണെങ്കിൽ വേഗം തന്നെ ഒരു റിസൾട്ട് കിട്ടും, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിലീഫ് കിട്ടും എന്നാണെങ്കിലും പലപ്പോഴും അവർ തന്നെ മനസ്സിലാക്കുന്നു പക്ഷേ അത് ഒരു ശാശ്വതമായിട്ടുള്ള റിലീഫല്ല, പിന്നെയും ഈ മരുന്ന് തന്നെ, സ്ട്രോങ് മരുന്ന് തന്നെ കഴിക്കണം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കും, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം പിടിച്ചു നിർത്തിയ പോലെ അത് നിൽക്കും, പക്ഷേ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് പൊതുവെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രോങ് മെഡിസിൻ എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ ശരീരത്തിനെ മൊത്തത്തിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെയാണ്. അപ്പം അതിനെപ്പറ്റി ശരിക്കും പേഷ്യൻസിന് ചിലർക്ക് ഒരു വറിയുണ്ട്. അത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഏത് മരുന്നാണേലും അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനാണ് ഈ സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റിൽ സ്റ്റെപ്പ് അപ്പ് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയിൽ വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ഒരു സൈഡ് പറയാൻ മറന്നുപോയി. ഇത് കഴിഞ്ഞ ഫോട്ടോ തെറാപ്പി എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ സോറിയാസിസിന് ഉപയോഗിക്കാറുണ്ട്. അതായത് പൂവ തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അത് സാധാരണ മെയിൻലി ഉപയോഗിക്കുന്നത് വിറ്റിലിഗോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വെള്ളപ്പാണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സെയിം ട്രീറ്റ്മെന്റ് തന്നെ സോറിയാസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സൊറാലിനൊക്കെ ഉള്ള ഒരു മരുന്ന് കഴിച്ചിട്ട് സൂര്യപ്രകാശത്തിലിരിക്കുകയോ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് കൊള്ളുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഏത് സ്ട്രോങ് മെഡിസിൻസ് എടുത്താൽ, ഈവൻ സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൽഡർ ഫോമിനൊക്കെയാണ് ഇമ്മീഡിയറ്റ് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും. പക്ഷെ നമ്മുടെ ഈ നമ്മുടെ പ്രോബ്ലം സ്റ്റിറോയിഡിന്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ മെതോട്രക്സേറ്റിന്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ ബയോളജിക്കൽസിന്റെ കുറവുകൊണ്ടോ അല്ല നമുക്ക് രോഗം വന്നിരിക്കുന്നത് നമ്മളുടെ ബോഡിയുടെ ജെനറ്റിക്സും നമ്മളുടെ ജീവിതശൈലിയായിട്ട് ചേരാതെ വന്നിരിക്കുന്നുണ്ടാണ്. അപ്പൊ ജെനറ്റിക്സിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ജെനറ്റിക്സ് നമ്മുടെ DNA ഉള്ളതാണ്, അത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ DNA ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് വരണം. അതായത് അതിന്റെ ഒരു എക്സ്പ്രഷൻ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്, ഈ അസുഖത്തിലേക്ക് വരുത്തുന്നത് ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മളുടെ ഫുഡ്, എക്സസൈസ്, നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, ടോക്സിൻ ലെവൽ ഒക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒത്തിരി സ്ട്രോങ് മെഡിസിനിലേക്ക് പോയി നമുക്ക് സിംറ്റംസ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് എടുക്കാം. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇപ്പം സ്കെയിലിങ്ങും പെയിനും ചൊറിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മോഡറേറ്റ് ആയിട്ടുള്ള സ്ട്രോങ് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി സ്റ്റിറോയിഡ്സ് ഒക്കെ പോലെയുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓർ ഇത്തിരി കൂടെ സ്ട്രോങ്ങർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി എടുക്കുക. പക്ഷെ ആ സിംറ്റംസ് ഒന്ന് സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റൂട്ട് കോസിലേക്ക് നമ്മൾ മാറണം. റൂട്ട് കോസ് നമ്മുടെ ജീവിതശൈലിയാണ്. എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് കറക്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ജെനറ്റിക്, അമ്മയ്ക്ക് സോറിയാസിസ് ഉണ്ട്, അച്ഛന് സോറിയാസിസ് ഉണ്ട്, മകനോ മകൾക്കോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ കാര്യങ്ങൾ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ 30, 60, 70 വയസ്സ് വന്നപ്പോഴായിരിക്കും, അല്ലെങ്കിൽ 40, 50 വയസ്സിൽ വന്നതാണ് ഇപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് തന്നെ വരുന്നത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുഡിലൊക്കെ ഉള്ള ടോക്സിൻ ലെവൽ കൂടുതലാണ്. പലരും ഒബീസ് ആയിരിക്കും. അപ്പോൾ ഒബേസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ കുറച്ചുകൂടി ചെറുപ്പത്തിലേ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം രണ്ടുപേരുടെയും ജെനറ്റിക് ഘടകം ഒന്നാണ്. പക്ഷേ എക്സ്പ്രഷൻ വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പൊ ഈ സോറിയാസിസിന് ഈ ചർമ്മത്തേല് പുരട്ടുന്ന ക്രീംസും അല്ലെങ്കിൽ അങ്ങനെ കുറെ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതിനെന്താ റോള്?
സ്കിന്നിലാണല്ലോ വരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ചർമ്മത്തിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു റിലീഫ് കിട്ടാനായിട്ട് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് വരും. കാരണം നമ്മൾ എന്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മളുടെ ഇൻഡസ്റ്റൈനിൽ കൂടെ അബ്സോർബ് ചെയ്ത് അത് ലിവറിൽ ചെന്ന്, അപ്പം ലിവറിൽ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് മെറ്റബോളിസം എന്ന് പറയുന്നത് അതിൽ ഒരു 90% 80% അത് ലിവർ അപ്പം തന്നെ റിമൂവ് ചെയ്യും. അപ്പം അത് മാത്രമല്ല, നേരെ എല്ലാ സെല്ലിലേക്കും അത് പോകും. ലിവറിൽ നിന്ന് അത് ഹോൾ ബ്ലഡിലേക്ക് വരും, നേരെ ഹാർട്ടിൽ വരും, എല്ലായിടത്തേക്കും പമ്പ് ചെയ്യും. അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് മോർ എല്ലാ സിസ്റ്റത്തിലേക്കും പോകും. അത് അതേ സമയത്ത് സ്കിന്നിലെ ആകുമ്പം സ്കിന്നിൽ ഇടുന്ന കാര്യങ്ങളാണെങ്കിലും കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ മെൻസ്ട്രുവൽസ് പോലും കൂടുതൽ എന്ത് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് വരാം. പക്ഷെ എന്നാൽ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടാനും ഒക്കെ സ്കിൻ ആപ്ലിക്കേഷൻസിന് വെരി ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ഈ സോറിയാസിസിൻ്റെ കാര്യത്തിൽ. അപ്പം ശരിക്കും ഒരു സോറിയാസിസ് ഉള്ള പേഷ്യൻ്റ് മരുന്ന് പുരട്ടുകയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ്, ആ ആൾക്ക് ശരിക്കും ഈ പറയുന്ന ജീവിതശൈലി ക്രമീകരണ വഴിയുള്ള ട്രീറ്റ്മെൻറ്റ് അത് ആയിട്ട് എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ എപ്പോഴാണ് അത് ചെയ്യാൻ പറ്റുക? ഇപ്പം പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് എപ്പോഴും മെഡിസിനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ആയുർവേദ, ഹോമിയോ അങ്ങനെ അവരുടെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല ഒരു കമൻറ്റ് പറയാനായിട്ട്. മോഡേൺ മെഡിസിനിൽ എപ്പോഴും അവർ നമ്മൾ ജനറലി, അതായത് ജനറൽ ഇപ്പം സോറിയാസിനെ ട്രീറ്റ് ചെയ്യുന്ന മിക്കവാറും സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സോറിയാസോ ആർത്രൈറ്റിസും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റ് ആയിരിക്കും. ഞാൻ യൂഷ്വലി ഈ റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്തുള്ള ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുള്ള പേഷ്യൻസിനും ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തുള്ളതാണ് മോഡേൺ മെഡിസിനിൽ കാണുന്നത്. പിന്നെ ആയുർവേദവും ഹോമിയോ മറ്റുള്ളതൊക്കെ ട്രൈ ചെയ്ത പേഷ്യൻ ഞാൻ കാണാറുണ്ട്. ബേസിക്കലി അതിന് ഈ ക്ലിനിക്കലി ഈ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ലിമിറ്റേഷൻ ഉണ്ടാകും അറിയാനായി അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ അസുഖം മാറാൻ നിൽക്കുന്നത്. അപ്പം അതിന് ഈവൻ ഏത് ഫുഡാണ് ബോഡിക്ക് പറ്റിയെന്ന് അറിയണമെങ്കിൽ തന്നെ അതിനെക്കുറിച്ചുള്ള അതിന് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടിയാലേ പറ്റുള്ളൂ. നമുക്ക് എല്ലാ ഫുഡും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വേണ്ട ന്യൂട്രീഷൻ, പ്രത്യേകിച്ച് സ്കിന്നിന് റിപ്പയർ വന്ന് നമുക്കൊരു ഹീലിംഗ് കിട്ടണമെങ്കിൽ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടണം. പ്രത്യേകിച്ച് ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ ആയിട്ടുള്ള ഒമേഗ 3 കൂടുതൽ വേണം, ഒമേഗ 6 കുറയ്ക്കണം. പിന്നെ ഒരു 57 ന്യൂട്രിയൻസ് ഉണ്ട്, ഓക്സിജനും വാട്ടറും അതുപോലും വെരി ഇമ്പോർട്ടൻ്റാണ്. ഓക്സിജൻ നമുക്ക് വെറുതെ കിട്ടില്ല. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ലങ്സിന് കൂടുതൽ ഓക്സിജനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓക്സിജനെ അബ്സോർബ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അതിന് വെറുതെ കളയാനൊന്നും പറ്റില്ല. അതിനെ ബേൺ ഔട്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റിവിടണം. അപ്പം ഓക്സിജൻ അബ്സോർബ് ചെയ്ത് ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ബേസിക്കലി കാർബണും ഹൈഡ്രജനും ആണ് അതിനകത്ത് ഫാറ്റി ആസിഡ് ഫോമിലുള്ള ഇതാണ് വരുന്നത്. മറ്റേതാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഈ ഫാറ്റിനെ കളയണമെങ്കിൽ നമ്മൾ മോർ ഓക്സിജൻ ഉള്ളിൽ ചെല്ലണം, എന്നിട്ട് ആ ഫാറ്റിനെയൊക്കെ മാറ്റി കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് വിടണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയും അതിനൊപ്പം തന്നെ കറക്റ്റായിട്ട് ന്യൂട്രിഷൻ, ഈ 57 ന്യൂട്രിഷൻ ഉള്ളതിൽ ഓക്സിജനും പിന്നെ ഓക്സിജനും വാട്ടറും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഉണ്ട് 14 വൈറ്റമിൻസ് ഉണ്ട്, 14 മിനറൽസ് ഉണ്ട്. പിന്നെ പ്രോട്ടീനിൽ തന്നെ 20 അമിനോ ആസിഡ്സ് വേണം. അത് എല്ലാ പ്രോട്ടീനും എല്ലാം ഉണ്ടാവില്ല. അതുപോലെ ഫാറ്റി ആസിഡ്സ് 4 എണ്ണം ഉണ്ട്. അതിൽ ഒമേഗ 3 ഒമേഗ 6 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതിൻ്റെ എല്ലാം ഈ ബാലൻസ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വേണ്ടി വരുന്നത്. അപ്പം അതിന് അത്ര ഒരു എക്സ്പെർട്ടൈസ് ഉള്ള സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനാണ് പലർക്കും ഭയങ്കര മടിയുണ്ടാവും. ഭക്ഷണം കാണുമ്പം നമ്മൾ ഈ കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ഇട്ടതൊന്നും നമ്മൾ ഈ കഴിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുള്ള ഒരു മെൻ്റൽ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ള ആഗ്രഹവും അതിനുള്ള ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു മാനസികമായിട്ടൊരു തീരുമാനമൊക്കെ എടുത്തു തുടങ്ങിയാലേ ഇതൊക്കെ നടക്കുള്ളൂ. പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർ ഭയങ്കര ഫുഡി ആയിരിക്കും അല്ലേ, എല്ലാവരും പറയും ഫുഡി എന്നുള്ളത്. അപ്പം അവിടെയും ഒരു കൺട്രോൾ വരുത്താനുള്ള ഒരു നമ്മളെ മനസ്സാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിനെയും കൂടി അതിനകത്ത് പാകപ്പെടുത്തണം ജീവിതശൈലി കറക്റ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോഴത്തെ ഈ ജനറൽ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഈ മരുന്ന് പെട്ടെന്നാണെങ്കിലും ഈ ബയോളജിക്കൽസ് ആണെങ്കിലും ഇമ്മ്യൂണോ സപ്രസൻസ് ആണെങ്കിലും ഈ പറഞ്ഞ ലൈറ്റിന്റെ തെറാപ്പി ആണെങ്കിലും ഒക്കെ പറയുന്നത് ഇതെല്ലാം നമ്മുടെ രോഗലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണെന്നാണ്. അതേസമയം ഈ രോഗത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ അത് തൊടുന്നില്ല എന്നുള്ളത് ആണ് പറയുന്നത്. അത് എത്രമാത്രം ശരിയാണ്? ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലും ജെനറ്റിക്സ്, എപ്പിജെനറ്റിക്സ്, അതിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈലുമാണ് വരുന്നത്. ജെനറ്റിക്സിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ജെനറ്റിക്സിൻ്റെ എക്സ്പ്രഷനെ കറക്റ്റ് ചെയ്യാനുള്ള എപ്പിജെനറ്റിക് ഫാക്ടേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ലൈഫ് സ്റ്റൈൽ വഴിയാണ്.
അപ്പം ഈ ലൈഫ് സ്റ്റൈലിനെ കറക്റ്റ് ചെയ്യാതെ നമ്മളിപ്പോൾ സാധാരണ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് മോഡേൺ മെഡിസിനിലെ ആണെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് നൽകുന്നത്. അതായത് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്, അപ്പോൾ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാനുള്ള മരുന്നുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പം ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയിൽ ഇൻഫ്ലമേഷന് സപ്രസ്ഡ് ആകും, ആന്റി ഇൻഫ്ലമേഷന് സപ്രസ്ഡ് ആകും. അപ്പം ഈ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന രണ്ടിനെയും പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് തന്നെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പ്രശ്നം വരുന്നത്? അത് നമുക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂട്ടും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്ന മെത്തോട്രെക്സേറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു, നമ്മുടെ സ്കിന്നിന്റെ സെൽസ് ഫാസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രോബ്ലം. ഫാസ്റ്റായിട്ട് സാധാരണ ഒരു ബേസൽ ലെവലിൽ നിന്ന് ഒരു സ്കിന്നിന്റെ സൂപ്പർഫിഷ്യൽ ലെവലിലേക്ക് വന്ന് അതിന്റെ സ്കിൻ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 30 days ആണ്, 28 to 30 days ആണ്. അത് 3-4 ദിവസം കൊണ്ട് തീർന്നു പോവുകയാണ് തന്നെ. അപ്പം നമ്മുടെ സ്കിന്നിന്റെ ഡിവിഷൻ, സെൽ ഡിവിഷൻ വെരി ഫാസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന മരുന്ന് ക്യാൻസറിന് ഉപയോഗിക്കുന്ന, ക്യാൻസർ സെല്ലിന്റെ സ്പെഷ്യാലിറ്റി അതാണല്ലോ, അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഈ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സപ്രസ് ചെയ്യാനാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. അപ്പം അവിടെ അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്താ? സ്കിന്നിലെ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെല്ലിനെ സപ്രസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇമ്മ്യൂൺ സെൽസ് ആണ്. ഇമ്മ്യൂൺ സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസിനെയും WBC ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കുന്ന ആ സിസ്റ്റമാണ്. അപ്പൊ അതെവിടെയാണ്? ബോൺ മാരോയിലാണ്. അപ്പൊ ബോൺ മാരോ സപ്രഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയൊരു സൈഡ് ഇഫക്റ്റ്. അപ്പൊ നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസ് കുറയും. അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസ് മാത്രമായിരിക്കും എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ ഹീമോഗ്ലോബിൻ, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് കുറയും, പ്ലേറ്റ്ലെറ്റ് കുറയും. അപ്പൊ ഇതെല്ലാം നമ്മുടെ അതാണ് ഈ ലോങ് ടൈം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണോ സപ്രഷൻ വരും. അതുപോലെ നമ്മളുടെ ഈ പാൻസൈറ്റോപീനിയ അതിലേക്കൊക്കെ പോകാം. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ഈ സൈഡ് ഇഫക്റ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് പ്രഗ്നന്റ് ലേഡീസിന് മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം ഫീറ്റസ്, അതായത് എംബ്രിയോയ്ക്കകത്ത് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ബ്ലഡ് സെൽസ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻസ് എടുത്ത കൺജന്റ് അബ്നോർമാലിറ്റി വരും, അബോർഷൻ വരാം, അല്ലെങ്കിൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ വരാം, കൺജന്റ് അബ്നോർമാലിറ്റി വരാം. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മരുന്നുകൾ നമുക്ക് എടുക്കാം. ഒരു ഷോർട്ട് ടൈം എടുക്കുന്നതിന് കുഴപ്പമില്ല. ഷോർട്ട് ടൈം എടുത്ത് നമ്മൾ സിംറ്റംസ് കൺട്രോൾ ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക. ആ ബേസ് റൂട്ട് കോസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനാണല്ലോ ഇതിനകത്തെ പ്രോബ്ലം. അത് കറക്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് മാറാനും മരുന്നിൽ നിന്ന് മാറാനും മരുന്ന് അതൊക്കെ കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ നോക്കുക. അതാണ് ചെയ്യുന്നത്. ഡോക്ടറിന്റെ എക്സ്പീരിയൻസിൽ ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോറിയാസിസ് പേഷ്യന്റ്, ഇങ്ങനെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റിന് ഈ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ആ മരുന്നുകൾ നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പേഷ്യൻസും സോറിയാസ് അവർ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന, ഇപ്പം ചിലരൊക്കെ എനിക്ക് ലൈഫ് ഇത് നോക്കാൻ പറ്റില്ല, ഫുഡ് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെരി റെയർ. യൂഷ്വലി സോറിയാസിസ് പേഷ്യൻസ്, പ്രത്യേകിച്ച് കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളവർ, ഇതുമായിട്ട് നടക്കുന്നവർ വളരെ ഇത് നോക്കും എന്നുള്ളതാണ്. നോക്കാൻ വില്ലിങ് ആയിരിക്കും, പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ളവർ. യങ് ആയിട്ടുള്ളവരും ഓൾഡ് ആയിട്ടുള്ളവരും ആണെങ്കിലും പ്രത്യേകിച്ചും അവർ ഈ ചൊറിച്ചിലും അസ്വസ്ഥതകളും എല്ലാം അനുഭവിക്കുന്നവർ കൂടുതലായിട്ട്. ചെറിയ സോറിയാറ്റിക് ലീഷൻസ് ഒക്കെ മാത്രമായിട്ടുള്ളവർ ചിലപ്പോൾ അത്രയും ലൈഫ് സ്റ്റൈലൊന്നും നോക്കാനൊന്നും അത്ര വില്ലിങ് ആകില്ല. പക്ഷേ സിവിയർലി അഫക്റ്റഡ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ്ലി. പിന്നെ ഈ എത്ര ഹെൽത്ത് വേണമെന്നുള്ളത് അവരവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പം ചിലർ വളരെ ചെറിയ ലീഷൻസ് ആണെങ്കിലും അവരതിനെ സീരിയസ് ആയിട്ട് എടുക്കും. അപ്പം അത് നോക്കി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരാൾ പോലും നമുക്ക് ഒരു റിസൾട്ട് കാണാതെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് നോക്കി നമ്മളത് ലൈഫ് സ്റ്റൈലും മോഡുലേറ്റ് ചെയ്യണം. പിന്നെ അത് നമ്മളൊരു 3 to 6 months ആണ് അവരെ ഫോളോ ചെയ്യുന്നത്. ഇനീഷ്യലി 3 months ആണ് ഏറ്റവും നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാണല്ലോ. അപ്പം ആദ്യത്തെ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, അതിന് ഓരോ രീതി വെച്ചിട്ടാണ് അത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് അവർ പഠിച്ച് അവരെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കൂടെയാണല്ലോ പഠിക്കുന്നത്. അപ്പം തെറ്റിയ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇതിനിടയിലും അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ടെസ്റ്റൊക്കെ വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാകും. എന്നാലും പോയി നമ്മൾ കഴിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു ബുഫേ ഒക്കെ കഴിക്കുമ്പോൾ സോ മെനി ഐറ്റംസ് അല്ലേ, അതിനകത്തൊക്കെ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ, ചെറിയ ഇത് വരുമ്പം അവനവന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് സ്വയം അവനവന്റെ ബോഡി എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ വർത്തമാനം പറയുന്ന പോലെ നമ്മുടെ ബോഡിയിലെ ഈ സിംറ്റംസ് ഒക്കെ ബോഡിയുടെ ലാംഗ്വേജ് ആണത്. അപ്പൊ സ്കിന്നിലേക്ക് വരുന്ന ഈ അസുഖങ്ങളെല്ലാം നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജാണ്. എല്ലാ സിംറ്റംസും, പനിയാണേലും സ്കിന്നിൽ വരുന്ന ചുമപ്പാണേലും തടിപ്പാണേലും സ്കെയിലിംഗ് ആണേലും എല്ലാം നമ്മളുടെ ബോഡി നമ്മളോട് പറഞ്ഞു തരാനായിട്ട് നോക്കുവാണ്. ആക്ച്വലി ഈ ലാംഗ്വേജ് തന്നെയാണ് ഡോക്ടർമാർ പഠിച്ചെടുത്തിട്ട് അത് ഇന്ന അസുഖമാണെന്ന് കണ്ടുപിടിക്കുന്നു, അതനുസരിച്ച് ട്രീറ്റ്മെന്റ് വരുന്നു. ഇപ്പം ഈ മരുന്നുകൾ ലോങ് ടൈം എടുക്കാതെ നമുക്ക് അതിനകത്ത് മോചനം നേടണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലെ ഫുഡും എക്സസൈസും ഇതുമെല്ലാം നമ്മുടെ ബോഡിയുടെ കോമ്പോസിഷൻ തന്നെ. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ നോക്കുന്നത് അറ്റ് സെല്ലുലാർ ലെവലിൽ നമ്മളുടെ ബോഡിയുടെ കോമ്പോസിഷൻ
അതിൻ്റെ മേക്കപ്പ് തന്നെ കറക്റ്റ് ചെയ്ത് എന്താ പറയുക, നമ്മൾ സെല്ലുലാർ ലെവലിലുള്ള കറക്ഷൻസ് ആണ് ഇതിനകത്ത് വരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം ഡോക്ടർ ഈ ജെനറ്റിക്സിനെ പറ്റി പറഞ്ഞല്ലോ, ജെനറ്റിക്സിന് എല്ലാ മിക്ക അസുഖങ്ങളിലും ഒരു വലിയ റോളുണ്ടെന്ന്. അതേസമയം പൊതുവെ പേഷ്യൻസിന് അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ജെനറ്റിക്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ട് അതിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അത് ഏതെങ്കിലും മരുന്ന് വെച്ച് നമ്മൾക്ക് അതിനെ ഇമ്പാക്റ്റ് ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ പറ്റുമോ ഇല്ലയോ എന്നാണ്. ഇപ്പോൾ സാധാരണ ഇപ്പം ഇങ്ങനെ ജീൻ ടെസ്റ്റിംഗ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ടെസ്റ്റിംഗ് വഴി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പൊതുവെ ഉള്ള ധാരണ അങ്ങനെ ചെയ്താൽ പിന്നെ അതിനുള്ള എന്തെങ്കിലും മെഡിക്കേഷൻ നമുക്ക് കഴിച്ചാൽ ആ പ്രോബ്ലം തന്നെ നമുക്ക് ഇല്ലാതെയാക്കാം. പക്ഷെ പറയുന്നത് വേറൊരു സൈഡാണ്. ദാറ്റ് ഈസ് ജെനറ്റിക്സ് നമ്മൾ പഠിച്ചാലും ഈ എപ്പിജെനറ്റിക്സ് ആണ് ശരിക്കും അതിലത്തെ മേജർ ഫാക്ടർ എന്നും എപ്പിജെനറ്റിക്സിൽ മരുന്നിന്റെ റോള് വളരെ ചെറുതാണെന്നും അതേസമയം എപ്പിജെനറ്റിക്സിൽ മരുന്നിന്റെ റോളിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ പല കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഡോക്ടറിന് അഭിപ്രായം എന്താണ്? നമ്മളുടെ ബോഡി എല്ലാം നമ്മളുടെ ജെനറ്റിക്സ് അനുസരിച്ച് നമ്മളുടെ ഈ 46 ക്രോമസോമിനെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്കിപ്പം ഈ ക്രോമസോമും അനാലിസിസും മറ്റേ നമ്മളിപ്പം ജീനോം സ്റ്റഡി ഒക്കെ വന്നപ്പോഴേക്കും നമുക്ക് ഒത്തിരി അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ബേസിക്കലി ഈ നമ്മളുടെ ബയോളജിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ജെനറ്റിക് സ്റ്റഡിയുടെ അതിൻ്റെ ഒരു റിസൾട്ടിൽ നിന്നാണ് ഈ പല മെഡിസിൻസ് തന്നെ. അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കി അവിടെ കൊണ്ടുപോയി മരുന്ന് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം മറ്റേ ജീൻ തെറാപ്പി എല്ലാത്തിലും നമ്മളിപ്പം ജീൻ തെറാപ്പി വരും എല്ലാം കറക്റ്റ് ആകും എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ജീൻ തെറാപ്പിയിലൊക്കെ ഉള്ളൊരു സോറിയാസിസിനെ സംബന്ധിച്ച് ഇതുവരെ ജീൻ തെറാപ്പി ഒന്നും വന്നിട്ടില്ല. ഉള്ളി ഈ ബയോളജിക്കൽസിന്റെ ഡെവലപ്മെന്റും അങ്ങനത്തെ മരുന്നുകളുടെ ഡെവലപ്മെന്റ്, അത് ഇഞ്ചക്ഷനായിട്ട് അത് പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജീൻ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചില പ്രോട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മുടെ ഈ സ്കിന്നിൽ കാണുന്ന നമുക്ക് മൈക്രോസ്കോപ്പിനിടയിൽ തന്നെ കാണാം. ഈ നമ്മൾ ഒരു സോറിയാസിറ്റിക് സ്കിൻ മൈക്രോസ്കോപ്പി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കാണാൻ പറ്റുന്നുണ്ട് ഈ WBCസിന്റെ നമ്മളുടെ മാക്രോഫേജ് എന്നൊക്കെ പറയും, അതുകൊണ്ട് ഇമ്മ്യൂൺ സെൽസ് ആണ്. ഇതിന്റെ ഒരു ഇൻഫ്ലക്സ് അത് ഭയങ്കരമായിട്ട് അങ്ങ് നമ്മുടെ ഈ സ്കിന്നിലേക്ക് കയറി ചെല്ലുകയാണ് തന്നെ. എന്നിട്ട് അവർ ചില കെമിക്കൽസ് വിടും, ഇന്റർലൂക്കിൻസ്, പിന്നെ ചിലതരം കില്ലർ സെൽസ് എന്നൊക്കെ പറഞ്ഞ ലിംഫോസൈറ്റ്സിന്റെ ഒക്കെ ഉണ്ട്. അതിന്റെ നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇവർ പോയി ഈ കെമിക്കൽസ് ഒക്കെ വിടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഫ്ലമേഷൻ വരുന്നത്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ബയോളജിക്കൽസ് മെഡിസിൻസിലും എല്ലാം കൊടുക്കുന്നത്. പക്ഷെ ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന ബയോളജിക്കൽസ് ഇപ്പൊ ഇന്റർലൂക്കിൻ 6 അല്ല ഇന്റർലൂക്കിൻ അതിന്റെ ഒരു ആന്റി ഇതായിട്ടുള്ളതാണല്ലേ, അതിപ്പോ സ്കിന്നിൽ മാത്രമല്ല അതിന് ആക്ഷൻ ഉള്ളത്, നമ്മുടെ ഹോൾ ബോഡിയിൽ അതിന് ആക്ഷൻ ഉണ്ട്. ഇവിടുത്തെ ആക്ഷൻ ആയിരിക്കും ബ്രെയിനിലെ ആക്ഷൻ, അതുപോലെ ഹാർട്ടിൽ അത് വേറെ രീതിയിലായിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ സൈഡ് ഇഫക്ട്സ് വരുന്നത്. മരുന്നുകൾക്കെല്ലാം ഈ സൈഡ് ഇഫക്ട്സ് വരുന്നത് നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് ഇപ്പൊ സ്കിന്നിലേക്ക് ആസ്വാദനം കഴിക്കുന്ന മരുന്ന് സ്കിന്നിലേക്ക് മാത്രമല്ല പോകുന്നത്, ഹോൾ ബോഡിയിലേക്ക് പോവുകയാണ്. അപ്പൊ അതാണ് നമ്മളുടെ സൈഡ് ഇഫക്ട്സിന്റെ പല കാര്യമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ജെനറ്റിക്കലി നമ്മൾ ഒരാൾ സോറിയാസിസിന് പ്രോൺ ആണെങ്കിൽ പോലും നമ്മളുടെ എപ്പിജെനറ്റിക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക്. അപ്പം ആ എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുമാണ്, അത് വെച്ച് തന്നെ നമുക്ക് പറ്റും. അത് മച്ച് മോർ ഈസിയർ ആണ്, അതിനൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഉള്ള കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതിന്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്താൽ, ഇപ്പം നമ്മൾ പട്ടിണി കിടന്നോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പോഴാണ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വരുന്നത്. നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട് പല ഇങ്ങനെ എന്താ കിറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ്, അത് നമ്മൾ പ്രോപ്പർലി സയന്റിഫിക് ആയിട്ട് വിത്ത് സപ്പോർട്ടോടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊന്നും പ്രോബ്ലം ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഫൈനലായിട്ട് ഒരു മെസ്സേജ് ആയിട്ട് ഒരു സോറിയാറ്റിക് പേഷ്യൻറ്റിന് ആ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ, അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ എന്തായിരിക്കും ഡോക്ടറിന് പറയാനുള്ളത്? സോറിയാസിസിന് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ, അതായത് നമ്മൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു എഫേർട്ട് എടുത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ എന്താണ് പറ്റാത്തത്, എന്താണ് പറ്റുന്ന ഫുഡ് എന്താണ്, ബോഡിയുടെ കോമ്പോസിഷൻ എന്താണ്, എക്സസ് ഫാറ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കി ഒരു സിമ്പിൾ സൊല്യൂഷൻ ഇന്നത് കഴിച്ചാൽ മതി. ഇപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ ഇതൊന്ന് കഴിച്ചാൽ സോറിയാസിസ് എല്ലാം മാറും. അങ്ങനെ ഒരു സൊല്യൂഷൻ പറയാൻ, ഒരു സിമ്പിൾ സൊല്യൂഷൻ പറയാൻ, അങ്ങനെ സിമ്പിൾ സൊല്യൂഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. നമ്മൾ വില്ലിങ് ആണ് നോക്കി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കണം. വെറുതെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മരുന്നുകളിൽ നിന്ന് മാറാനും പറ്റും, നമ്മളൊരു കംഫർട്ടബിൾ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിയാൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തും ആകാമെന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം നമുക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പ്രത്യേക രീതിയിലാണ്
റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പം ഈ പല കളറും പ്രിസർവേറ്റീവ്സും ഇട്ട ഫുഡ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ കാണുകയാണ് റൈസ് നമുക്ക് പറ്റാത്ത ഫുഡാണ്, റൈസ് മാറ്റാൻ തന്നെ നമ്മൾ വില്ലിങ് ആയിരിക്കണം. പക്ഷെ പലപ്പോഴും ആദ്യത്തെ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇച്ചിരി തെറ്റിച്ചാലും വലിയ പ്രശ്നം വരാറില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അതിനകത്ത് മാറാന്നുള്ള തിങ് നമുക്ക് ആ ഒരു വില്ലിങ്നെസ് ഉണ്ടാകണം പഠിച്ചെടുക്കാൻ. നമ്മൾ എന്താണ് നമ്മളുടെ ബോഡിക്ക് വേണ്ട ജീവിതശൈലി എന്താണെന്ന് പഠിച്ചെടുക്കണം, അത് പ്രാവർത്തികമാക്കണം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റീസണബിളി നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനും നമ്മുടെ അപ്പിയറൻസും ഒന്നിനും ഒരു വറിയില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പലരും ചിന്തിക്കുന്നത് സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ത്വക്ക് രോഗം അല്ലെങ്കിൽ ചർമ്മത്തെ വരുന്ന ഒരു രോഗമായിട്ടാണ്. ശരിക്കും സോറിയാസിസ് എന്താണ്? എങ്ങനെയാണ് സോറിയാസിസ് നമ്മുടെ മൊത്തം ശരീരത്തെ ബാധിക്കുക? സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിൽ ഉള്ള പ്രസന്റേഷൻ, അതായത് നമ്മുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ ആ കാണിക്കുന്ന സിംറ്റമാറ്റിക് ലക്ഷണങ്ങളെയാണ് നമ്മൾ സോറിയാസിസ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും സോറിയാസിസ് ഈ നമ്മളൊരു സിസ്റ്റമിക് ഡിസീസ് ആയിട്ട് വേണം തന്നെ ഇതിനെ കാണാനായിട്ട്. കാരണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരെണ്ണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പം എന്തൊരു ബേസിക്കലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, അത് മറ്റ് സിസ്റ്റത്തെ ബാധിക്കാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയും. അതുപോലെ നെയിലിനെയും ബാധിക്കും. നഖങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, പലരുടെയും നഖമൊക്കെ പൊടിഞ്ഞു പോകുന്നത് പോലെയൊക്കെ വരും. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷെ അതുപോലെ തന്നെ അങ്ങനെ സോറിയാറ്റിക് പേഷ്യൻസ് ഹാർട്ടിന് രക്തക്കുഴലുകളെയും ബാധിക്കരുത്. അപ്പൊ നമുക്ക് ഹാർട്ട് ഡിസീസ് അവരിൽ കൂടുതലായിരിക്കും. പിന്നെ ചിലരിൽ കിഡ്നിക്ക് പ്രോബ്ലം വരാം. അതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ലിവറിനെയും ബാധിക്കാം. പിന്നെ ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് പേഷ്യൻസ്, ഈവൻ യൂവിഐറ്റിസും കണ്ണിൽ കോർണിയൽ അൾസറേഷൻ ഉള്ള പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട് സോറിയാസിസിന്റെ ഭാഗമായിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം വരും. അതായത് മെത്തോട്രെക്സറ്റും അതുപോലെയുള്ള മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ലിവറിന് പ്രോബ്ലം വരാം, ഹെപ്പറ്റൈറ്റിസ് പോലെ വരും. പിന്നെ ബോൺ മാരോ ഡിപ്രഷൻ വരാം മെത്തോട്രെക്സറ്റിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്. പിന്നെ സ്റ്റിറോയിഡ്സിന്റെ ഇതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് ഒബേസിറ്റി, വെയിറ്റ് ഗെയിൻ വരും. അത് ഡയബറ്റീസിലേക്ക് പോകാം. ഈവൻ സ്റ്റിറോയിഡിന്റെ സൈഡ് എഫക്റ്റ് ഒബേസിറ്റിയും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ വരാം. അപ്പൊ കുറെ നാളായിട്ട് ഈ മരുന്നുകൾ എടുക്കുന്ന പേഷ്യൻസിന് മിക്കവാറും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഡയബറ്റീസിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ കൊളസ്ട്രോൾ കൂടും. ഇപ്പം കൊളസ്ട്രോൾ കൂടും, എല്ലാ പേഷ്യൻസിനും ഇങ്ങനത്തെ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പം മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഇതിനൊപ്പം തന്നെ ഉണ്ടാകും. ഞാൻ ശരിക്കും പറഞ്ഞ സോറിയാസിസ് മാത്രമായിട്ട് ഒരാളെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ ഒബേസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവും. കുറെ കൂടുതൽ നാൾ കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ മിക്കവാറും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനത്തെ അസുഖങ്ങൾ ഏതെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവുന്നുള്ളത്. ശരിക്കും ഈ സോറിയാസിസ് ഉള്ള പേഷ്യന്റ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ പല അസുഖങ്ങളും അതിൻ്റെ കൂടെ ഒരുമിച്ചുണ്ടാവും. അപ്പം അവരെ നമ്മൾ കേൾക്കുന്നത് ആ പേഷ്യൻസിന് ഇപ്പം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, അവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ശരിക്കും എങ്ങനെയാണ്? ഈ സോറിയാസിസ് ഉള്ളതുകൊണ്ടാണോ ഇങ്ങനത്തെ അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്കും ഡയബറ്റീസും പിന്നെ ലിവറിന്റെ പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ കാരണമാവുന്നത്? സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിയിരിക്കുകയാണ്. നമ്മളുടെ ഈ ഇൻഫെക്ഷനെ മാത്രമല്ല, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ നമ്മളെല്ലാവരും കരുതി ഇൻഫെക്ഷൻ വരുത്താതിരിക്കാൻ പ്രതിരോധശേഷി കൂട്ടണം എന്ന് എപ്പോഴും പറയും. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രതിരോധശേഷി ഒത്തിരി കൂടിയാലും പ്രശ്നമാണ്. ഇപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ ഉള്ള ഒരാളിൽ നമുക്കറിയാലോ, ഇപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഈ മറ്റുള്ള അസുഖമുള്ളവർ, പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ഉള്ളവർക്കാണല്ലോ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. കാരണം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അവിടെ ഇൻഫ്ലമേഷൻ കൂടുതലാണ്. പ്രതിരോധത്തിലെ ആ ഡിഫൻസ് ഫാക്ടർ, പ്രതിരോധത്തിലെ ആ പാർട്ട് കൂടുതലാണ്. അതേസമയത്ത് ആന്റി ഇൻഫ്ലമേഷൻ, ഹീലിംഗ്, ആ പാർട്ട് കുറഞ്ഞു കിടക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ കോവിഡിന്റെ കാലത്തൊക്കെ ലൈഫ് സേവിങ് ആയിട്ട് വന്നത് സ്റ്റിറോയിഡ്സ് ആണ്, ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു ഇമ്മ്യൂണിറ്റിയിലെ റിയാക്ഷൻ, ഇൻഫ്ലമേഷൻ ഓവർ ആവുന്നതാണ് ഈ ഡിസീസസിനെല്ലാം കാരണം. ഫൈനലി നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസിനെയാണ് നമ്മൾ മെഡിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഈവൻ കോവിഡിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മെഡിസിൻസ് ഒക്കെ വന്നത് അവിടെ ഉണ്ടായിരുന്നു, ബയോളജിക്കൽസ് ഒക്കെ വന്നു. അതും ഒക്കെ ബേസിക്കലി അതൊരു നമ്മളെ ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാനോ ഡിഫറെന്റ് രീതികളിലാണ് നമ്മൾ ഇതെല്ലാം മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അപ്പം സോറിയാസിസ് പേഷ്യൻസിനും നമ്മൾ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണെന്ന് ഓർക്കണം. അതിൻ്റെ ഇൻഫ്ലമേഷൻ്റെ സൈഡ് കൂടുതലാണ്. അപ്പം ഇൻഫ്ലമേഷൻ്റെ സൈഡ് കുറയ്ക്കണം. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേഷൻ മറ്റേ സൈഡ് കൂട്ടണം. അപ്പം ആൻറ്റി ഇൻഫ്ലമേഷൻ അല്ലെ ഹീലിംഗ് പാർട്ട് കൂട്ടണമെങ്കിൽ നമ്മൾ ഒമേഗ 3 ഫാറ്റ് കൂടുതൽ വരണം, ന്യൂട്രിഷൻ എല്ലാം അതിൻ്റെ കറക്റ്റ് ഫോമാറ്റിൽ വരണം.
ഇൻഫ്ലമേഷൻ കുറയ്ക്കണമെങ്കിലും സെയിം ആസ്പെക്ട് തന്നെയാണ്. ന്യൂട്രീഷൻ എല്ലാം കറക്റ്റ് ഇതിൽ വരണം. ഒമേഗ 6 കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഒട്ടുമില്ലാതെ ഒമേഗ 6 ആവശ്യമുള്ളതാണ്, പക്ഷെ അതിന്റെ ബാലൻസ് കറക്റ്റ് ചെയ്യണം. ആ രീതിയിലാണ് നമ്മൾ അതിനെ കറക്റ്റായിട്ട് നോക്കിയാൽ മാനേജ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ സോറിയാസിസ് എന്ന് പറയുന്നതിന് ഹാർട്ടുമായിട്ട് ബന്ധമുണ്ട്. ഹാർട്ടിനെ ബാധിക്കുന്ന പോലെ കാണാം. വേണമെങ്കിൽ ഡയബറ്റീസ് ഇത് കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ ലിവറിന്റെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം തമ്മിൽ കണക്റ്റഡാണ്. അപ്പൊ ഇങ്ങനെ തമ്മിൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സോറിയാസിസിനെ മാത്രം കാണുക, അതിന് മാത്രമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക, ഹാർട്ടിനെ വേറെ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക, അങ്ങനെ എങ്ങനെയാണ് ഇത് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക? ജനറൽ ട്രെൻഡ്, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിൽ ഓരോന്നിനെയായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഇതാണ് വരുന്നത്. അപ്പം ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ മരുന്നുകൾ കൊടുക്കും, സോറിയാസിന് വേണ്ടിയിട്ട് സോറിയാസിന് മരുന്ന് കൊടുക്കും, ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഡയബറ്റീസിന്റെ മരുന്ന് കൊടുക്കും, പ്രഷർ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രഷറിന്റെ പ്രത്യേകിച്ചും പല ബീറ്റാ ബ്ലോക്കേഴ്സ് ഒക്കെ ഉള്ള മരുന്ന് നമ്മൾ ഈ സോറിയാസ് ഫ്ലെയറപ്പിന് തന്നെ കാരണമാകാം. പിന്നെ ഡയബറ്റീസ്, നമ്മൾ സോറിയാസിന് എടുക്കുന്ന സ്റ്റീറോയിഡ്സ് പോലെയുള്ള മരുന്നുകൾ ഡയബറ്റീസ് ഉണ്ടാക്കും. സ്റ്റീറോയിഡ്സ് വരുമ്പോഴേക്കും വെയിറ്റ് ഗെയിൻ വരും, അല്ലെങ്കിൽ നമുക്ക് അറിയാലോ സ്റ്റീറോയിഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ, എന്തൊക്കെ മരുന്ന് എടുത്തു കഴിഞ്ഞാലും ഷുഗർ കൺട്രോൾ കിട്ടുകയില്ല. അപ്പം അതാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത്. ബേസിക്കലി ഒരു ട്രീറ്റ്മെന്റ്, ഇപ്പോൾ സോറിയാസിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുമ്പോൾ ഡയബറ്റീസ് കൂടും, ഹൈപ്പർ ടെൻഷന് മരുന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സോറിയാസിസ് കൂടും. അപ്പം അതുപോലെ ഈ മരുന്നുകളെല്ലാം കൂടെ വരുമ്പോൾ സോറിയാസിസ് പേഷ്യന്റ് മിക്കവാറും അവരുടെ കിഡ്നിയും ചിലപ്പോൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഈ പല ടോക്സിൻസും എല്ലാം ഇതിൽ ബോഡിയിലേക്ക് കൂടുതൽ കയറുമല്ലോ, കാരണം സ്കിൻ ഇൻഫ്ലെയിംഡ് ആണല്ലോ. അപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള നമ്മൾ ഈ കെമിക്കൽസും നമ്മൾ ഈ സോപ്പും അങ്ങനത്തെ ഡിറ്റർജൻസും എല്ലാത്തിൻ്റെ അംശം ഉള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കിഡ്നിക്ക് സ്ട്രെയിൻ ആണ്, ലിവറിന് സ്ട്രെയിൻ ആണ് ഈ മരുന്നുകളെല്ലാം. ഏത് മരുന്നാണെങ്കിലും ലിവറിന് സ്ട്രെയിൻ ഉണ്ടാക്കും. പ്രത്യേകിച്ച് മെത്തോട്രെക്സേറ്റ് ഒക്കെ വെരി ടോക്സിക് വരാം. അതുകൊണ്ടാണ് ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ഒക്കെ ഇത്തരം മരുന്നുകൾ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഈ ബയോളജിക്കൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ആൾക്ക് മറ്റുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. പലർക്കും തൈറോയിഡൈറ്റിസ് ഉണ്ടാവും. മിക്കവാറും നമ്മൾ എപ്പോഴും കാണുന്നതാണ് സോറിയാസിസ് ഉള്ള പേഷ്യൻസിന് കുറെ നാളായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ തൈറോയിഡൈറ്റിസ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് തൈറോക്സിന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഇതെല്ലാം ഒരു മൾട്ടിപ്പിൾ പല പ്രസന്റേഷനാണ്. നമ്മുടെ പ്രോബ്ലം ശരിക്കും എവിടെയാണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി തെറ്റാൻ കാരണം എന്താ? ഈ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഡയബറ്റീസ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ഹൈപ്പർ ടെൻഷൻ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ഹാർട്ട് ഡിസീസും ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പം ഇതെല്ലാം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തുടക്കം ഇതിലാണല്ലോ, അവിടെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ശരിക്കും വന്നൊരു പേഷ്യന്റ് പറയാം, അവർക്കും സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്. ഡോക്ടർ, എനിക്ക് ചൊറിച്ചിലും പിന്നെ എനിക്കിപ്പോൾ മുട്ടുവേദനയുണ്ട്, അതാണ് എൻ്റെ പ്രോബ്ലം. അപ്പൊ അവരുടെ ഡയബറ്റീസിന്റെ ഹൈപ്പർ ടെൻഷന്റെ മരുന്നുകളും അവർ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന അവർ എഴുതിയിട്ട് പോലുമില്ല. നമ്മൾ എല്ലാവരുടെ അടുത്തും അവരുടെ തന്നെ ഒരു ഡീറ്റെയിൽ അവർ തന്നെ ഫില്ല് ചെയ്യണം. കാരണം നമ്മൾ ചോദിച്ചൊക്കെ എഴുതും വിട്ടു പോകാതിരിക്കണം. അവനവനല്ലേ അവനവൻ്റെ രോഗത്തെക്കുറിച്ച്, അപ്പോൾ അവർക്ക് അതിനൊരു ടൈം കൊടുക്കും. അപ്പോൾ അതിനകത്ത് ആക്ച്വലി ആ പേഷ്യന്റ് ഡയബറ്റീസിന്റെ ഹൈപ്പർ ടെൻഷന്റെയും അതിനും എടുക്കുന്ന മരുന്നകത്ത് കൊളസ്ട്രോളിനും മരുന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ആസ്പിരിൻ പോലെ ഹാർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പോലും പറഞ്ഞില്ല. അവർ സ്കിന്നിന്റെ പ്രോബ്ലവും മുട്ടുവേദനയും അത് മാത്രമേ അവർ ഇതുവരെ ട്രീറ്റ്മെന്റ് ചെയ്തത്. അവർ ശരിക്കും ഒബേസ് പേഷ്യന്റ് ആണ്, അവർക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നിട്ടുണ്ട്. അപ്പം മറ്റുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അത് അവർക്ക് പറയണമെന്ന് പോലും തോന്നുന്നില്ല. പക്ഷേ ഈ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അത് ബേസിക്കലി ഞാൻ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആ ഡയബറ്റീസിന്റെ മരുന്ന് നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് നമുക്ക് ചെയ്യാവുന്നത്, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യം. ടൈപ്പ് 2 നമ്മൾ ഡയബറ്റീസ് ആണോ, ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ, ടൈപ്പ് 1 ആണോ നോക്കും. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് ഈ ഡയറ്റ് നോക്കും, അതായത് ലോ കാർബോഹൈഡ്രേറ്റ് ലോ കാലോറി ഡയറ്റ് ആണ് അതിനകത്ത് വരുന്നത്. പ്രത്യേകിച്ച് ഒബേസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അതാണ് വേണ്ടത്. അതേസമയത്ത് എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈസിയാണ് ഡയബറ്റീസ് മാറ്റാനായിട്ട്, ഡയബറ്റീസിന്റെ മരുന്നിൽ നിന്ന് ഒഴിവാകാനായിട്ട്. ഇപ്പം അത്രയും ബോഡിയിൽ ടോക്സിൻ ലെവൽ കുറയുകയാണ്. ഇപ്പോൾ ഡയബറ്റീസിന്റെ മരുന്ന് 3-4 മരുന്നുണ്ടെങ്കിൽ അത് 1-2-3-4 അതിൻ്റെ കൂടെ ഇൻസുലിനും ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പം അതങ്ങ് നിർത്തുന്നതോടെ അത്രയും ടോക്സിൻസ് മാറി. പിന്നെ പ്രഷറിന്റെ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ വിതിൻ എ മന്ത് പ്രഷറിന്റെ മരുന്നുകളെല്ലാം നിർത്താം, കൊളസ്ട്രോളിന്റെ മരുന്നുകളെല്ലാം നിർത്താം. അപ്പൊ ഈ മരുന്നുകൾ മാറുന്നത് തന്നെ നമ്മുടെ സ്കിന്ന് ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. ലിവറിനെയും കിഡ്നിയും കൊണ്ട് മാറ്റാൻ പറ്റാത്ത എല്ലാ സാധനവും സ്കിന്നിലേക്കാണ് വരുന്നത്. അതും കൂടെ നമ്മൾ ഓർക്കണം. സ്കിൻ ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ്, അതിന് വേസ്റ്റ് കളയേണ്ട ഫംഗ്ഷനും കൂടെ. സ്വെറ്റ് ശരിക്കും അതൊരു നമ്മുടെ ചൂട് കുറയ്ക്കുക,
ടോക്സിൻസ് കുറയ്ക്കുക, ഈ 2 ഫംഗ്ഷനുണ്ട് സ്വെറ്റും ഉണ്ട്. അപ്പൊ അതൊന്നും പറ്റാതെ വരും നമുക്ക് ഈ സ്കിന്നിന് അസുഖം വന്നു കഴിയുമ്പം. അപ്പൊ ഈ സ്കിന്നിന്റെ ഹെൽത്ത് കറക്റ്റ് ചെയ്യേണ്ടത് എല്ലാ സിസ്റ്റത്തിനും ആവശ്യമാണ്. ലിവറും കിഡ്നിയും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വേസ്റ്റ് റിമൂവലിന്റെ കാര്യത്തിൽ സ്കിന്നും കൂടെ. അപ്പൊ അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്കിൻ ഹെൽത്ത് എല്ലാ സിസ്റ്റത്തിനും, സ്കിന്നിന് രോഗം ഉണ്ടെങ്കിൽ മറ്റുള്ള സിസ്റ്റത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് ഈ മറ്റുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇപ്പം മരുന്നുകൾ, സോറിയാസിസിന്റെ മരുന്ന് ഒരു സൈഡ്, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾക്ക് വേറെ സൈഡ്, പിന്നെ ഡയബറ്റീസിന് വേറെ മരുന്നുകൾ, ഇങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് അത് തമ്മിൽ ക്ലാഷ് ചെയ്യാന്നുള്ളത്. അപ്പം പൊതുവെ പേഷ്യൻസിന് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇപ്പം നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ജീവിതശൈലി ക്രമീകരണത്തിൽ അതിൽ ഫുഡ് കഴിക്കുമ്പോൾ സോറിയാസിസിന് ഉദ്ദേശിച്ച് കഴിക്കുന്ന ഫുഡ് ഹാർട്ടിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കുമോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ലേ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഫുഡിൽ ഇങ്ങനെ സോറിയാസിസിനും ഹാർട്ടിനും ലിവറിനും അല്ലെങ്കിൽ പൊതുവെ ബാക്കി അവയവങ്ങൾക്കെല്ലാം ഒരേപോലെ ഗുണം ചെയ്യുന്ന ഫുഡുകൾ ഉണ്ടോ? ഫുഡ് ഇപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് റേസിൽ പെട്ടതാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് കളറാണെങ്കിലും അവർക്കെല്ലാം വേണ്ടത് ഒരേ പോലെയുള്ള ന്യൂട്രീഷനാണ്. അപ്പം നമ്മൾ ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന 57 ന്യൂട്രിയൻസ് ആണ്. ഓക്സിജൻ, വെള്ളം. നമ്മുടെ ബോഡിയിൽ 70% ഓക്സിജനും വെള്ളമാണ്. 70% വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി എത്രയാണ്, ബാക്കിയുള്ളതേ ഉള്ളൂ മറ്റുള്ള പാർട്ട് തന്നെ വരുന്നത്. അപ്പം ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് എന്നാലേ അത് മനസ്സിലാവും. നമ്മൾ ഭക്ഷണത്തിൽ കൂടെയാണ് നമ്മുടെ ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇപ്പം വെജിറ്റേറിയൻസ് ഉണ്ടാകാം, നോൺ വെജിറ്റേറിയൻസ് ഉണ്ടാകാം, ചിലർക്ക് ഫുഡ് പ്രിഫറൻസസ് ഉണ്ടാകാം, ചിലർ വെഗാൻ ആയിരിക്കാം. അപ്പൊ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടത്, ബോഡിക്ക് വേണ്ടത് ഈ 57 ന്യൂട്രിയൻസ് ആണ്. ഓക്സിജൻ എയറിൽ നിന്ന് കിട്ടും, വെള്ളം നമ്മൾ കുടിക്കാം, ഭക്ഷണത്തിലും വെള്ളമുണ്ട്. ബാക്കി 14 വൈറ്റമിൻസ്, 14 മിനറൽസ്, പ്രോട്ടീൻ ആണെങ്കിൽ അതിനകത്ത് ഒരു 20 പ്രോട്ടീൻ ഉണ്ട്. അതിൽ തന്നെ ഒരു 11 ആണ് എസെൻഷ്യൽ ആൻഡ് നോൺ സെമി എസെൻഷ്യൽ ആയിട്ടുണ്ട്. പിന്നെ ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സിൽ 4 എണ്ണമാണ് സാച്ചുറേറ്റഡ്, omega-3, omega-6, omega-9. അപ്പൊ ഇതിന്റെ എല്ലാം പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആക്കി എടുക്കുക. പിന്നെ ഒരു ഡയറ്ററി ഫൈബർ ഉണ്ട്. അതായത് നമ്മുടെ ഇൻഡസ്ട്രൈനിൽ ജീവിക്കുന്ന ജീവികൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ഡയറ്ററി ഫൈബർ വേണം. അത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഏത് ഫുഡിൽ നിന്ന് അത് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. പിന്നെയുള്ളത് നമ്മുടെ എനർജി, നമ്മുടെ യൂസേജ് അനുസരിച്ച് കാലറി വേണം. കാലറി നമുക്ക് വേണ്ടിയിട്ടുള്ളത് മെയിനായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ ഉദ്ദേശം അതാണ്, എനർജിക്ക് വേണ്ടിയാണ്. അതുപോലെ ഫാറ്റും എനർജിക്ക് വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ അനുസരിച്ചാണ്. പിന്നെ ഫുഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പം ചില ആൾക്ക് അരിയാഹാരം പറ്റില്ല, ചിലർക്ക് ഗോതമ്പ് പറ്റില്ല, ചിലർക്ക് വെണ്ടയ്ക്ക പറ്റില്ല, ചിലർക്ക് പാല് പറ്റില്ല, ചിലർക്ക് മുട്ട പറ്റില്ല. അങ്ങനെ ഉണ്ടാവും. അപ്പം നമുക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം എല്ലാവർക്കും ഒന്നാണ്. അത് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്ത് നമ്മുടെ സെല്ലുകളാക്കി മാറ്റേണ്ടതിന് ഒരു ഇതുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് എടുത്ത് അതാക്കും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളുടെ ജനറ്റിക് ആൻഡ് എപ്പിജനറ്റിക് ഫാക്ടേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം നമ്മൾ അവിടെയാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒരു സയന്റിഫിക് ആയിട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും അതാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമോ എന്നറിയണം. അതുപോലെ അതിനകത്ത് എന്തോരം ടോക്സിൻ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ കൊച്ചു പിള്ളേർക്ക് പോലെ സോറിയാസിസും സ്കിൻ ലീഷൻസും എന്തോരം പേർക്കാണ് കൂടി വരുന്നത്. പലപ്പോഴും ഇതുമായിട്ട് അലർജി ഉണ്ടാകും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സോറിയാറ്റിക് പ്രോബ്ലംസോ സ്കിൻ ലീഷൻസ് ഉള്ളവർക്ക് അവർ കരുതുന്നത് നമ്മുടെ അലർജി, സ്നീസിങ്ങും മൂക്കടപ്പും സൈനസൈറ്റിസും അതുപോലെ ആസ്മയും ഒക്കെ ഉള്ളതും വളരെ കോമൺ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്മ അലർജി നമ്മൾ സാധാരണ പറയുന്ന ആസ്മ ഉണ്ടല്ലോ, അതിന്റെ വേറൊരു വകഭേദമാണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയിട്ട് മാറുന്നത്. ഡിലേഡ് ഇമ്മ്യൂൺ റിയാക്ഷൻ എന്ന് പറയും. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വരുന്ന അലർജിയൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചുവഞ്ഞു കടിക്കുകയൊക്കെ ചെയ്യുമോ, തുമ്മോ ശ്വാസം മുട്ടലോ വന്നാൽ അതിനെ നമ്മൾ ഒരായിട്ട് കാണാം. പക്ഷെ ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് മെക്കാനിസമാണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിൽ വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓരോ അസുഖത്തിനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ മരുന്നെല്ലാം കൂടെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ എല്ലാ മരുന്നും. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം ആണ് ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു കൺട്രോൾ മെക്കാനിസം, ഈവൻ എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെ കൺട്രോൾ മെക്കാനിസം ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ പ്രവർത്തിക്കുകയാണ്. ഈ ടോക്സിൻസ് എല്ലാം പോയി സ്കിന്നിൽ അടിഞ്ഞിട്ട് അവിടെ അതിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. അതാണ് സ്കിൻ ഡിസീസ് ആയിട്ട് മാറുന്നത്. ഇപ്പൊ ഈ സോറിയാസിസിന്റെ മെയിൻ പ്രശ്നമായിട്ട് ഡോക്ടറിന്റെ അടുത്ത് വരുന്നൊരു പേഷ്യന്റിന് ഈ പറഞ്ഞ പോലെ ഹാർട്ടും ലിവറും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ സാധാരണ കാണുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക്
ഇപ്പം സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റ് മാത്രമായിട്ടാണോ, അല്ലെങ്കിൽ ഡോക്ടറിന്റെ അപ്രോച്ച് അവർക്ക് സോറിയാസിസിന്റെ കൂടെ ബാക്കിയുള്ള അസുഖങ്ങളെയും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ ഒരുമിച്ച് സാധിക്കണം എന്നുള്ള രീതിയിലാണോ അപ്രോച്ച്? നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലാതെ ക്ലിനിക്കൽ സപ്പോർട്ടോടെ ചെയ്യുമ്പോൾ നമ്മളൊരു സെല്ലുലാർ ലെവലിലാണ്. അതിന് പറയുന്നത് തന്നെ CSLD ക്യാപ്പ് എന്നാണ്. അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോകോൾ എന്നാണ്. അപ്പൊ ആ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഹോൾ ബോഡിയിൽ എല്ലാ സെൽസിനെയും ആസ് മച്ച് ആസ് പോസിബിൾ എല്ലാ സെൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ട സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്ത് നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റി അതിന് നമ്മളുടെ ബോഡി കറക്റ്റായിട്ട് ചെയ്ത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തേക്കും എത്തിച്ച്, ബ്ലഡ് സർക്കുലേഷൻ എത്തിയാലേ ന്യൂട്രീഷൻ എത്തുള്ളൂ. ന്യൂട്രീഷൻ എത്തിയാൽ അതുപോലെ തന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേൺഡ് വ്യായാമ രീതിയുണ്ട്. അതുപോലെ ഫുഡ് കറക്റ്റായിട്ട് എല്ലാം എത്തുന്നു എന്ന് കഴിക്കാനായിട്ട് തന്നെ സപ്പോർട്ട് ഫുഡ് തന്നെയുണ്ട്. പിന്നെ സ്കിന്നിന് സോറിയാസിസ് പേഷ്യൻ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും ന്യൂട്രീഷനുമായിട്ടുള്ള സ്പെഷ്യൽ ലോക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് തന്നെ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോറിയാറ്റിക് പേഷ്യൻ്റ് പ്രത്യേകിച്ച് അവരുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആകും. ഈ പൊളിഞ്ഞു പോവുകയൊക്കെ ആണല്ലോ, ഈ പ്രത്യേകിച്ച് എക്സ്ഫോളിയേറ്റീവ് ഇതിലൊക്കെ വരുമ്പോൾ പൊളിഞ്ഞു ആണല്ലോ. അപ്പോൾ അത് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം. അപ്പോൾ അതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ശരിക്കും തുടക്കത്തിലൊക്കെ ഒരു അവർലി 2 അവറിൽ മണിക്കൂർ കൂടുമ്പോൾ ഒത്തിരി സിവിയർ ആയിട്ടുള്ളവർക്ക് അത് ഇട്ടുകൊണ്ടിരുന്ന് അങ്ങനെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്തും കൂടെ വെക്കണം. എന്നിട്ട് പിന്നെ സ്കിന്ന് നോർമൽ ആകുന്നതനുസരിച്ച് അതിൻ്റെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കുറച്ചുകൊണ്ട് വരാം. ആ രീതിയിലാണ് നമ്മളത് ചെയ്താലാണ് നമുക്ക് ഈ പറയുന്ന റിസൾട്ട് ആണെങ്കിലും കിട്ടുക. ബേസിക്കലി നമുക്ക് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കണം. അത് എന്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പേഷ്യന്റിന് പറ്റാത്ത ഫുഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ആകെ ഇതിനകത്ത് ഒരു പ്രോബ്ലം വരാവുന്നത് നമ്മൾ ഈ സപ്പോർട്ട് ന്യൂട്രിയന്റ് നമ്മളെപ്പോഴും ഏറ്റവും മിനിമം സദ്യ ചെയ്യുന്നതിനാണെങ്കിൽ ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസിനകത്താണ് നമ്മൾ കൊടുക്കാൻ നോക്കുന്നത്. അപ്പൊ അതിനോട് ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് പറ്റാതെ വരും. പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് അതിനോട് ചെറിയൊരു റിയാക്ഷൻ കണ്ടാൽ പോലും നമ്മൾ ഈ ബാക്കിയുള്ള കുറെ ഐറ്റംസിനോടുണ്ടാവും. അപ്പം മറ്റുള്ളതെല്ലാം ഒഴിവാക്കിയാൽ ഇത് നമ്മൾ സപ്പോർട്ടിൽ കൊടുക്കുന്ന 1-2 ഇൻഗ്രീഡിയൻസേ മെയിനായിട്ട് അതിനകത്ത് വരുന്നുള്ളൂ. അപ്പം അത് കഴിച്ചു കഴിഞ്ഞാലും പ്രോബ്ലം വരാറില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മറ്റുള്ള ടോക്സിക് എലമെന്റ്സ് നമ്മൾക്ക് പറ്റാത്തതെല്ലാം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 1-2 ഉണ്ടെങ്കിൽ പോലും ഒരു കുഴപ്പം വരുന്നില്ല. അപ്പം അതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം അത് ചെയ്യും. പക്ഷെ ഈ സപ്പോർട്ട് ന്യൂട്രിയൻ്റ് ആയിട്ട് കൊടുക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസിയാണ്. യൂഷ്വലി എല്ലാവർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. കാരണം ഈ ന്യൂട്രീഷൻ എത്തിക്കുക എന്നുള്ളത്, എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അപ്പം അതിൻ്റെ ഒരു സിമ്പിൾ സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ സപ്പോർട്ടായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത്. ശരിക്കും ഈ സോറിയാറ്റിക് പേഷ്യൻസ് അവരുടെ ഡെയിലി ലൈഫിൽ അവർക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സിമ്പിൾ കാര്യങ്ങളുണ്ടോ? സോ ദാറ്റ് അവരുടെ സോറിയാസിസിനെ അവർക്ക് കുറേ കൂടെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ, ഓവർകം ചെയ്യാൻ പറ്റും. എല്ലാ സോറിയാറ്റിക് പേഷ്യൻസിനും സിമ്പിളായിട്ട് തരാവുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കളറും പ്രിസർവേറ്റീവ്സും ഇട്ടത് കഴിക്കാതിരിക്കുക. പിന്നെ കഴിയുന്നതും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളത് കഴിക്കുക. പലർക്കും ഈ ഗ്ലൂട്ടനുമായിട്ടും നമ്മുടെ ഗട്ടും ഇതുമെല്ലാം ആയിട്ട് കണക്ഷൻ ഉണ്ടാവും. അതില്ലാതെ നമുക്ക് ഈസി ആണല്ലോ. അപ്പം നമ്മൾ ഈ ബേക്കറി ഐറ്റംസിലെല്ലാം തന്നെ ബേക്ക്ഡ് ഐറ്റംസിലെല്ലാം തന്നെ ഈ ഗോതമ്പ്, മൈദ, ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, ബാർലി, ഇതിലൊക്കെയാണ് ഗ്ലൂട്ടൻ ഉള്ളത്. ഈ സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ omega-6 കൂടുതലുള്ള ഓയിൽ, നട്ട്സ്, എല്ലാ നട്ട്സിലും കോക്കനട്ട് ഒഴിച്ച് ബാക്കി എല്ലാ നട്ട്സിലും omega-6 വെരി ഹൈ ആയിരിക്കും. അപ്പോൾ അതൊഴിച്ചുള്ള നട്ട്സ് എല്ലാം ഒഴിവാക്കുക. വേറെ കുഴപ്പമില്ല. ഓവർ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ തേങ്ങ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ കുക്കിംഗ് ഓയിലാണെങ്കിലും തേങ്ങ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കുക. ബാക്കിയുള്ള കുക്കിംഗ് ഓയിലുകൾ ഒഴിവാക്കി നോക്കുക. പിന്നെ ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് ഉള്ള ഫുഡ്, അതായത് നമുക്കിപ്പോൾ ഇന്നിപ്പം ആപ്പിൾ ആണെങ്കിൽ തന്നെ അമേരിക്കയിലുള്ളതും ന്യൂസിലൻഡിലുള്ളതും യൂറോപ്പിലുള്ളതും എല്ലാം കിട്ടും. അതുപോലെ പ്രോസസ്ഡ് ആയിട്ട് വരുന്നതും അല്ലാത്ത ഫ്രഷ് ആയിട്ട് വരുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ കണ്ടിട്ടില്ലാത്തതും പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ജെനറ്റിക്സ് നമ്മളുടെ പൂർവികർ കഴിച്ചിരുന്ന ഫുഡുമായിട്ടായിരിക്കും ഏറ്റവും ചേർന്ന് പോവുക. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു പരിധിയുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവരിതിനെല്ലാം സ്ക്രീൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഓൾറെഡി ഒരു രോഗം പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏറ്റവും ടു മെനി ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ഫുഡിൽ ഇടാതെ ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച്, അപ്പം അതിൽ വേണ്ടത് നമ്മൾ ഇലക്കറികൾ, അതാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ ഉള്ളത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ്, ഇതിനകത്തൊക്കെ മെയിൻലി നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പ്രോട്ടീൻ വേണ്ടി വരും. അതിന് പയറുവർഗ്ഗങ്ങൾ കുറച്ച് കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക. ഈ കാര്യങ്ങൾ അത് ഏറ്റവും മിനിമം എമൗണ്ട് വെച്ചിട്ട് കഴിക്കാൻ നോക്കുക.
ഓവർ വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ നോക്കുക. പലരും ഓവർ വെയിറ്റ് 10, 20, 25 കിലോ ഓവർ വെയിറ്റ് ഉള്ളവർ പോലും അവർക്ക് ഓവർ വെയിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. അത് അവരുടെ എത്രയാണ് എന്താണ് നമ്മളത് മനസ്സിലാക്കി നമ്മുടെ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ നോക്കുക. അപ്പം അങ്ങനെ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും. പക്ഷേ അത് സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആശ്വാസം കിട്ടുന്നുണ്ടോ, പിന്നെ ഏത് കഴിക്കുമ്പോൾ സെൽഫായിട്ട് ഓരോന്നും ട്രയൽ ആൻഡ് എറർ നോക്കുക, ഏത് കഴിക്കുമ്പോഴാണ് നമുക്കത് കൂടുന്നതെന്ന് നോക്കിയെടുക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഈ ജീവിതശൈലി ക്രമീകരിച്ച് ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും സ്വയം ജീവിതശൈലി തിരുത്തലും, ദാറ്റ് ഈസ് നല്ല ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുക എന്നുള്ളത് തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ജീവിതശൈലി ഐഡിയൽ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആക്റ്റീവ് ആയിരിക്കുക, അധികം ജങ്ക് ഫുഡൊക്കെ കഴിക്കാതിരിക്കുക, ഇതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പം അതിലൊക്കെ നോക്കിയിട്ടും പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മൾ എല്ലാവരും അസുഖം പെട്ട്, പ്രത്യേകിച്ച് സോറിയാസിസ് ഒക്കെ പോലുള്ള അസുഖം വന്നു കഴിയുമ്പോൾ എല്ലാവരും സെൽഫായിട്ടൊക്കെ ശ്രമിച്ചു നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ടും പറ്റാത്ത ഒരു നിലയിലുള്ളവർക്കാണ്, അതായത് രോഗം മാറാത്ത, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഏത് ജീവിതശൈലി രോഗമാണെങ്കിലും അവർക്ക് അവനവന് ജീവിതശൈലി പ്രോപ്പർലി കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ രോഗം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതും അതിന് മരുന്ന് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഒരു എക്സ്പേർട്ടിന്റെ ഹെൽപ്പ്, ഒരു എക്സ്പേർട്ടിന്റെ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഹെൽപ്പ് വേണ്ടി വരും. അപ്പം അതിന്റെ മേൽനോട്ടത്തിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിൽ എക്സ്പേർട്ടിനാണെങ്കിലും ജസ്റ്റ് ഒരാൾ സോറിയാസിസ് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് എന്തുകൊണ്ട് വന്നെന്ന് അറിയണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ഇന്നിപ്പോൾ മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഒത്തിരി ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത് കൊണ്ടും കൂടെയാണ് നമ്മുടെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇത്ര സക്സസ്ഫുൾ ആയിട്ട്, ഇത്ര ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെ കൂടെ ബലത്തിലാണ്. അപ്പം നമുക്ക് പറ്റിയ ഫുഡ് ഏതാ, നമ്മുടെ ഏതൊക്കെ സിസ്റ്റത്തെ, സോറിയാസിസ് സ്കിന്നിനെ മാത്രമേ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, ടൊള്ളോ ലിവറിനെയോ കിഡ്നിയെയോ ഒക്കെ വന്നിട്ടുണ്ടോ, അതുപോലെ ലോങ് ടൈം മരുന്നെടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ മറ്റ് ഓട്ടോഇമ്യൂൺ ഡിസീസ്, തൈറോയിഡൈറ്റിസോ നെഫ്രൈറ്റിസോ ഹെപ്പറ്റൈറ്റിസോ പോലെയുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മളത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സിംറ്റമാറ്റിക് നമ്മൾ ഒരിക്കലും സോറിയാസിസിന്റെ മരുന്നുകൾ, പ്രത്യേകിച്ച് ഈ സ്റ്റിറോയിഡ്സോ മെത്തോട്രെക്സേറ്റോ പോലെയുള്ളത് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. പെട്ടെന്ന് നിർത്തിയാൽ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലെയറപ്പ് വരും. അപ്പോൾ അത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അതിലേക്ക് വന്നു കഴിഞ്ഞ് ക്ലിയർ ആയി കഴിയുന്നതനുസരിച്ച് പതുക്കെ ഗ്രാജുവലി കുറച്ചുകൊണ്ട് പോരുക. ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഈ സപ്പോർട്ടായിട്ട് വേണ്ടി വരുന്നത്. സെൽഫ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സെൽഫായിട്ട് നോക്കി, പറ്റിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ക്ലിനിക്കൽ സപ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ശരിക്കും ഇങ്ങനെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വരുന്ന പേഷ്യൻസ് ഏത് തരത്തിലുള്ള പേഷ്യൻസ്? അവർ ശരിക്കും ഈ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഇത് അന്വേഷിക്കുകയോ, അല്ലെങ്കിൽ പിന്നെ അവർ വല്ല ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ ബയോളജിക്സ് എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ ലൈറ്റ് തെറാപ്പി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ, ഏത് വിഭാഗത്തിൽ പെടുന്ന സോറിയാറ്റിക് പേഷ്യൻസ് ആണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരിക? ബേസിക്കലി എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ മിക്കവാറും വർഷങ്ങളായിട്ട് സോറിയാസിസ് ഉള്ളവരോ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് കണ്ടതാണെങ്കിൽ തന്നെ 1-2 വർഷത്തിനുള്ളിലാണെങ്കിൽ തന്നെ അവർക്ക് ആരും തന്നെ, ഞാൻ കംപ്ലീറ്റ് പല മരുന്നുകൾ 3-4 സ്റ്റിറോയിഡ്സും മെത്തോട്രെക്സേറ്റും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും, ലോക്കൽ ആപ്ലിക്കേഷനും ഉള്ളി കഴിക്കുന്നതും ഒക്കെ ഉണ്ടെങ്കിലും ആർക്കും തന്നെ ഞാൻ ഒട്ടും ലീഷനില്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ. അതൊക്കെ എടുത്തുകൊണ്ടിരുന്നാലും പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നവരോ, അല്ലെങ്കിൽ എല്ലായിടത്തും അടുത്തിട്ട് എല്ലാം നിർത്തി ഫെഡപ്പ് ആയിട്ടിരിക്കുന്നു, നന്നായിട്ട് ലീഷനുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് കാണുന്നത്. പിന്നെ ചെറിയ നിലയിലൊക്കെ ഉള്ളൂ, ഒരു മോഡറേറ്റ് ആയിട്ട് പോകുന്നത് ചിലർ കാണാറുള്ളത് പ്രഗ്നൻസി, ലേഡീസ് ഒക്കെ പ്രഗ്നൻസി, അതുപോലെ ജെൻസ് ആണെങ്കിൽ അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് അവർക്കത് നിർത്തി. അവരോട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ തന്നെയാണ്, ഡോക്ടറാണ്, അവരോട് പറഞ്ഞ് ഇനിയിപ്പം അവർക്ക് ആകെ ബയോളജിക്കൽസ് എടുത്ത് നോക്കാം, അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് വേണേൽ ബയോളജിക്ക് അസുഖമുണ്ട്, ഇതിപ്പം പ്രഗ്നൻസി വന്നു കഴിയുമ്പോൾ ഫ്ലെയറപ്പ് ചെയ്യുമോ എന്ത് ചെയ്യുമോ എന്നറിയില്ലല്ലോ. അപ്പം ബയോളജിക്കൽസ് ഉള്ളൂ അവർക്ക് ഇനിയും ട്രൈ ചെയ്യാൻ. ബയോളജിക്കൽസിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് വരുമെന്ന് ആർക്കും അറിയത്തില്ല. പ്രഗ്നൻസി ഓറിയന്റഡ് ആയിട്ടുള്ളതൊക്കെ ന്യൂ മെഡിസിൻസ് ആണ്. അപ്പം മറ്റുള്ളതിലെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പം പിന്നെ അവർക്ക് സ്റ്റിറോയിഡ് കൊണ്ട് പറ്റുന്നില്ല, സ്റ്റിറോയിഡാണ് ഒന്ന് ചെയ്യാന്ന്. പിന്നെ മെത്തോട്രെക്സേറ്റ് അവർക്ക് എടുക്കാൻ പറ്റില്ല പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ. പിന്നെ ഉള്ളത് ബയോളജിക്കൽസ് പോലെയുള്ള അതെടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ വരുന്നത്. അപ്പോൾ അതെടുക്കാൻ അവർക്ക് നന്നായിട്ട് ലീഷൻസ് ഉണ്ട്. അപ്പോൾ അവർ പ്രഗ്നൻസിയിലേക്കും കൂടെ പോകുമ്പോൾ ഫ്ലെയറപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതെല്ലാം കൺഫ്യൂഷനാണല്ലോ. അപ്പം അതുപോലെയുള്ള പേഷ്യൻസ് ആണ് ബേസിക്കലി. അവർക്ക് മരുന്നെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നവരോ, അല്ലെങ്കിൽ അവർക്ക് റീസണബിളി കൺട്രോൾ ആയിട്ടുണ്ടാവും, പക്ഷേ അവരുടെ ലിവർ എൻസൈംസ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്റ്റും കൂടെ വന്നു കഴിയുമ്പോഴാണ് വരുന്നത്. പിന്നെ ചിലരുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, പിന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പം ആണ് പലരും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സോറിയാസിസ് റീസണബിളി കൺട്രോൾ വലിയ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ അവർക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടാവും.
അപ്പൊ അതും കൂടെ മാറി കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസത്തിൽ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആരും തുടക്കത്തിൽ ഒന്നും ആരും ചെറിയ ലീഷനുമായിട്ട് വരാറില്ല. അവരൊന്നും ഫിറ്റ് വന്നാൽ പോലും അവർ ഫിറ്റ് ആകില്ല. കാരണം അവർ പലപ്പോഴും അത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ വേണം. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിലേക്ക് വന്ന് അത്ര ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് യൂഷ്വലി വരാറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെ പറയുന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്ര ക്വിക്കായിട്ട് നമുക്ക് റിസൾട്ട് കാണാം, ലീഷൻസിന്റെ കൺട്രോൾ സംഭവിക്കും, അതിനുള്ള സിംറ്റംസ് കൺട്രോൾ സംഭവിക്കും എന്നൊക്കെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് നമുക്ക് ഈ കാണാനായിട്ട് ഉള്ള സിംറ്റംസ് അതിൽ കുറവ് വരുത്താനായിട്ട് എത്ര നേരം അല്ലെങ്കിൽ എത്ര സമയം എടുക്കും? ഒരു മെഡിസിനും എടുക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ കൂടെ ലൈറ്റ് ആയിട്ടുള്ള സിംറ്റമാറ്റിക് മെഷേഴ്സും കൂടെ കൊടുക്കാറുണ്ടെന്നുള്ളതാണ്. സിംറ്റമാറ്റിക് മീൻസ് ഇമ്മ്യൂണോസപ്രസീവ് ഒത്തിരി ഇൻഫ്ലമേഷൻ ആണല്ലോ. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ള യൂഷ്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് മെഡിസിൻസ് തന്നെയാണ്. അപ്പോൾ അതും കൂടെ കൊടുത്ത് ലോക്കൽ ആപ്ലിക്കേഷൻ ഇതും കൂടെ കൊടുത്തോണ്ടായിരിക്കും, ഒപ്പം ഇതും കൂടെ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം യൂഷ്വലി ഇതിൻ്റെ ആ ലൈറ്റ് ആയിട്ടുള്ള ഇത് തന്നെ പതുക്കെ ആ സിംറ്റംസ് എല്ലാം കുറഞ്ഞു വരുന്നതനുസരിച്ച് അത് കുറച്ചുകൊണ്ട് വന്ന് നമുക്ക് നിർത്തുക എന്നുള്ളതാണ്. അതായത് മോഡേൺ മെഡിസിനിൽ നമ്മൾ ഏറ്റവും ശരിക്കും മോഡേൺ മെഡിസിനിൽ പല മരുന്നുകളും വളരെ ഫാസ്റ്റായിട്ട് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പേഷ്യൻ്റ് വെരി സിംറ്റമാറ്റിക് ആയിട്ട് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് സോറിയാസിസും സോറിയാറ്റിക് ആർത്രൈറ്റിസും ഒക്കെ ഉള്ളവർക്ക് ഈ സിമ്പിൾ ഇമ്മ്യൂണോസപ്രസീവ് ഈ സിംറ്റമാറ്റിക് മെഷേഴ്സും കൂടെ കൊടുക്കണം. എന്നാലേ അവരെ കൊണ്ട് ആക്റ്റീവായി നമ്മൾ അതിനുള്ളൊരു മെൻ്റൽ സ്റ്റാറ്റസിലും കൂടെ എത്തണമെങ്കിൽ അവരുടെ വേദനയും ചൊറിച്ചിലും ഒക്കെ പോകണമല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ അത് ടേക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റു മരുന്നുകൾ ഓൾറെഡി കുറേ മരുന്നുകൾ ഉള്ളവരാണെങ്കിൽ അവരുടെ എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നിർത്തുക എന്നല്ല, സിംറ്റംസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് വന്ന് കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ ഓരോ മെഡിസിൻസ് ആയിട്ട് ചിലർ 3-4 മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. മെതോട്രെക്സേറ്റ് ഒക്കെ വെരി ഹൈ ഡോസിലായിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. 20 മില്ലിഗ്രാമും ഒക്കെ കാണാറുണ്ട്. 20 മില്ലിഗ്രാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് 15 ആക്കും, പിന്നെ 10 ആക്കും, പിന്നെ 5 ആക്കും, അങ്ങനെ പിന്നെ 2.5 ആക്കി, പിന്നെ അത് പതുക്കെ ഓൾട്ടർനേറ്റ് വീക്ക്ലി കഴിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് വീക്കാക്കും. അങ്ങനെ അങ്ങ് ടേപ്പർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ മറ്റുള്ള മെഡിസിൻസ് ഏതാണെന്ന് നോക്കി സിംറ്റംസിൻ്റെ റിലീഫ് അനുസരിച്ച് പതുക്കെ കുറച്ചുകൊണ്ട് വരിക. എപ്പോഴും ഇതിൽ എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കൂട്ടുന്നതിനൊരു കുഴപ്പമില്ലല്ലോ. പക്ഷേ യൂഷ്വലി പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ആർക്കും പിന്നെ അങ്ങനെ ഈ സോറിയാസിസിൻ്റെ മെഡിസിൻ വിത്ഡ്രോ ചെയ്യാൻ അത്ര പ്രോബ്ലം വരാറില്ല. 3-4 മരുന്ന് വെരി ഹൈ ഡോസ് ഓഫ് ഇതും പലരും സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ളവർ അതിൻ്റെ കൂടെ HCQ കഴിക്കുന്നുണ്ടാവും. ഈ മറ്റേ ആർത്രൈറ്റിസ് പോയിന്റ് ഓഫ് വ്യൂലുള്ള മരുന്നും കൂടെയൊക്കെ ഉണ്ടാവും. മിക്കവാറും പേർക്കും ഏർലി സ്റ്റേജും കുറച്ച് മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മന്ത് ഓർ 2 നിർത്താം. ഇതിൽ 3 മന്ത്സ് കൊണ്ട് നിർത്താൻ പറ്റാത്ത ആരെയും തന്നെ കാണാറില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലും അവർക്ക് എപ്പോഴേലും ഒരു ഫ്ലെയർ അപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം വിത്ത് മിനിമം ലെവൽ ഓഫ് സ്റ്റിറോയിഡ്സും ലോക്കൽ ആപ്ലിക്കേഷൻ കൊണ്ടോ, ഓർ അത്യാവശ്യം എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചിട്ട് വന്നതാണെങ്കിൽ പോയി സദ്യ കൊണ്ടിട്ട് ഇങ്ങനെ ബുഫേ ഒക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് വന്നതാണ്. അപ്പം നേരിയതായിട്ടുള്ള സ്റ്റിറോയിഡ്സ് അത് വെച്ച് എങ്ങനെ നമ്മൾ ഒരു ഫ്ലെയറപ്പിലേക്ക് പോകാതെ തുടക്കം കാണുമ്പോൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നും കൂടെ പഠിപ്പിച്ചു. അപ്പോൾ ബേസിക്കലി ഇതൊരു എഡ്യൂക്കേഷനാണ്, ശരിക്കും ഒരു കോഴ്സ് പോലെയാണ്. അത് സ്വന്തം ബോഡിയുടെ പ്രോബ്ലംസും അവനവനെ മനസ്സിലാക്കി അവനവൻ തന്നെ അത് മനസ്സിലാക്കിയെടുത്ത് സ്വയം മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ ഈ സോറിയാസിസ് പേഷ്യൻസ് പലപ്പോഴും ഇങ്ങനെ മരുന്ന് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഹോപ്പിന്റെ അംശം കുറച്ച് കുറവായിരിക്കും, ബിക്കോസ് അത്രയും കാലമായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഉള്ള പേഷ്യൻസിന്റെ കേസിൽ മിക്കവാറും അവർക്ക് അസോസിയേറ്റഡ് ആയിട്ട് വേറെ അസുഖങ്ങളും ഉണ്ടാവും. അപ്പം ഈ ട്രീറ്റ്മെന്റിന് ഇപ്പൊ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് ഇങ്ങനെ ഒരു ലോങ് ടേം ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് സോറിയാസിസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ ട്രീറ്റ്മെന്റ് ബാക്കിയുള്ള അസുഖങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുക? ഇവരുടെ കൂടെ കാണുന്ന മിക്കവാറും സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാവും, പിന്നെ ഹാർട്ടിന്റെ പ്രോബ്ലത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും, പിന്നെ BP ഉണ്ടാവും, ഡയബറ്റീസിനുണ്ടാവും. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് ഈ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ അസുഖത്തിനെ അല്ല, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വെച്ച് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇതിൽ അങ്ങനെയല്ല, നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യുക, ബോഡിയിൽ ടോക്സിൻസ് ഉണ്ടോ അത് കളയുക, ബോഡിക്ക് വേണ്ടി ന്യൂട്രീഷൻ കൊടുക്കുക, ടോക്സിൻസ് ഉണ്ടോ കുറയ്ക്കുക. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയാലേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമായില്ല, ഭക്ഷണം കഴിക്കുകയും ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റിയും കൂടെ വന്നാലേ അതും നമ്മുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. സ്കിന്നിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ നമ്മുടെ ബോഡിയോട് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നത് നമ്മുടെ മസിൽസ് മാത്രമേ ഉള്ളൂ, സ്കെലിറ്റൽ മസിൽസ്, എല്ലാ മസിലും ഇല്ല, ഈ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തേ. അതിനാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി പറയുന്നത്.
പിന്നെ മെന്റലി റിലാക്സ് ചെയ്യാനും പഠിപ്പിക്കണം. മെന്റൽ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് സ്ലീപ്പ് ചെയ്ത് നമ്മൾ റിലാക്സ്ഡ് ആവും. നാച്ചുറലി ഇപ്പം സ്ട്രെസ്ഡ് ആയിരിക്കും. ഈ സോറിയാറ്റിക് പേഷ്യൻസ് എല്ലാം സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം അവർ ഫാമിലിയിൽ നിന്ന് പ്രഷർ കാണും. കാരണം ഇപ്പം ഹസ്ബൻഡിന് വന്നു കഴിഞ്ഞാൽ വൈഫിന് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. മക്കൾക്ക് ഇങ്ങനെ ഈ സ്കിൻ ലീഷൻസ് ഒക്കെ വരുമ്പം നമുക്ക് മനസ്സിലാക്കാം അവർ ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാകും. അതിന്റെ ഒരു സ്ട്രെസ് ഉണ്ടാകും. ജോലി സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ സ്ട്രെസ് ഉണ്ടാകും. അപ്പം നമ്മൾ ഈ ഫ്ലേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പലരുടെ ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു പേഷ്യന്റ് തന്നെ നോക്കും, ഇത്രയുണ്ട് ഡോക്ടറെ, ഇന്ന് രാവിലെ എൻ്റെ ഫ്ലൈക്കിങ് ഒരു കൈ പിടിക്കാൻ മാത്രമാണ് ബെഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അത്ര സിവിയർ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കത് ജോലിക്ക് പോകുന്നിടത്ത് ഇപ്പം ഫേസിലൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ഫേസ് അപ്പം ഫുൾ സ്ലീവ് ഷർട്ടും മാക്സിമം കവർ ചെയ്തൊക്കെയാണ് പലരും മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ സ്ട്രെസ് ഉണ്ടാകും. പുറത്തുനിന്നുള്ള സ്ട്രെസ് ഉണ്ടാകും, ഫാമിലി മെമ്പേഴ്സിന്റെ സ്ട്രെസ് ഉണ്ടാകും. ഇതെല്ലാം കൂടെ കൂട്ടി വീണ്ടും നമ്മളുടെ സ്ട്രെസ് കൂടുന്നു, അസുഖം കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ആ ഇതിൽ നിന്ന് മാറി നമ്മളുടെ അസുഖം മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിയുമ്പോഴാണ് ഇതെല്ലാവരും ഇപ്പൊ പലരും ഒട്ടും ഇതൊക്കെ നമ്മൾ പലപ്പോഴും വീഡിയോ ഒക്കെ കണ്ടിട്ടാണല്ലോ, വേറെ ഇതിലേക്ക് വരുന്നില്ലല്ലോ. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് ഉള്ളവരല്ലേ ഫാമിലി മെമ്പേഴ്സ് ട്രീറ്റ്മെന്റ് എടുത്ത് മാറി എന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെയൊക്കെ അങ്ങനെ ഒരാൾക്കുണ്ട്. പക്ഷെ എല്ലാം ഡയബറ്റീസ് ഒക്കെ മിക്കവാറും ഫാമിലി മെമ്പേഴ്സിന് പലർക്കും ഉണ്ടാവും. ഈ സോറിയാസിസ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നമ്പർ ഓഫ് പേഷ്യൻസ് കുറവായിരിക്കും ഒരേ ഫാമിലി തന്നെ ഉള്ളത്. അപ്പം പലരും അവർക്കുണ്ടെങ്കിൽ തന്നെ ഈവൻ ഫാമിലി മെമ്പേഴ്സിന് പോലും ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയത്തുണ്ടാവില്ല സോറിയാസിസ് ഉണ്ടെന്ന്. ആരും പറയുകയല്ലോ, കാരണം അതൊരു കാണിക്കാതിരിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പോലും വെരി ക്ലോസ് ആയിട്ടുള്ളവർക്ക് പോലും അറിയത്തില്ല. വെരി ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ ഇതുണ്ടെന്ന് പോലും അറിയത്തുണ്ടാവുള്ളൂ. അപ്പൊ പലരും വീഡിയോ ഒക്കെ പോലെയുള്ളത് കണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവർക്കും അത്ര ഇതൊന്നും കാണുകയല്ല. പിന്നെ ഒരു നടക്കും ഏതായാലും ഒന്ന് നോക്കാം. അപ്പം പലരും മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഡോക്ടറെ ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ട് ഞാൻ ഇങ്ങനെ നോക്കി, പിന്നെ എന്താണേലും നോക്കാം, എനിക്ക് ഇത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ കുറയുന്നതെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. യൂഷ്വലി സിംറ്റമാറ്റിക് റിലീഫ് ഒക്കെ ഇതെടുത്ത് കഴിയുമ്പോഴേക്കും തന്നെ ഇതിന്റെ വീക്ക് നെക്സ്റ്റ് 8th ഡേയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 8th ഡേയിലാണ് യൂഷ്വലി വരുന്നത്. അപ്പോഴേക്കും തന്നെ പേഷ്യന്റിന് ഈ ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട്, ഫ്ലൈറ്റിങ്, ഇതെല്ലാം നല്ല കുറവ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഓൾറെഡി മരുന്നിലുള്ളവരാണെങ്കിൽ അവരുടെ മരുന്ന് ആ സമയം തന്നെ കുറച്ച് കൊണ്ടുവരാനായിട്ട് തുടങ്ങും. ഇപ്പോ നമുക്ക് നമ്മൾ കേൾക്കുന്നത് ഈ സ്റ്റെറോയിഡ്സ് ആണെങ്കിലും ഇമ്മ്യൂണോ സപ്രസൻസ് ആണെങ്കിലും ബയോളജിക്കൽസ് ആണെങ്കിലും ഈ ഇവരെല്ലാം തന്നെ ശരിക്കും കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഹാംഫുൾ ആണ് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിലേക്കാണല്ലോ മോഡേൺ മെഡിസിൻ്റെ മുഴുവനായിട്ടും ഫോക്കസ്? അതേസമയം മോഡേൺ മെഡിസിനിൽ ഇപ്പം ഡോക്ടർ പറയുന്ന പോലെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനോ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനോ ഒന്നും സോറിയാസിസിന്റെ കാര്യത്തിൽ അങ്ങ് വേറെ എങ്ങും കേൾക്കാറില്ലല്ലോ. പറഞ്ഞ ശരിയാണ്. ഇപ്പൊ അമേരിക്കയിലൊക്കെ ഫങ്ഷണൽ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് ഹാർട്ടിന്റെ അസുഖത്തിന് വേണ്ടിയിട്ട് ചില കാർഡിയോളജിസ്റ്റ് തന്നെ ലൈഫ് സ്റ്റൈൽ പ്രൊമോഷൻ ചെയ്ത് ലൈഫ് സ്റ്റൈലിൽ പല ട്രീറ്റ്മെന്റുകളും എടുക്കുന്ന വെരി ഫേമസ് ഡോക്ടേഴ്സ് തന്നെയുണ്ട്. പക്ഷെ അത് ഹാർട്ടിൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലരുണ്ട് ഡയബറ്റീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നവരുണ്ട്. മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് തന്നെ ഡയബറ്റീസ് ലൈഫ് സ്റ്റൈൽ പറയും. പക്ഷെ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അത് മാത്രമല്ല, ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് പറയാറുള്ളൂ. ഇതിൽ നമ്മളിപ്പോൾ ഡയബറ്റീസോ ആർട്ടിസിസോ ഏതാണെങ്കിലും നമുക്ക് സോറിയാസിസോ എക്സീമിയോ സ്കിൻ ലീഷൻസ് ഏതാണെങ്കിലും, ഈവൻ ഞാൻ ബുള്ളസ് പെംഫിഗസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ സോറിയാസിനേക്കാളും കുറച്ചും കൂടി ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പെംഫിഗസ് ബുള്ളോസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിലാണ് വരുന്നത്. എക്സിമ ആണെങ്കിലും സോറിയാസിസ് ആണെങ്കിലും പിന്നെ ഹൈഡ്രനൈറ്റിസ് സെപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലതുണ്ട്. ഒക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ ഏതാണെങ്കിലും നമുക്ക് ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ഇത് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ബോഡിയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതിനൊപ്പം തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം എല്ലാത്തിനും കൂടെ ആശ്വാസം കിട്ടും എന്നുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ബാക്കിയുള്ളവർ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 1925 അമേരിക്കയിൽ ഈ വലിയൊരു ചേഞ്ച് ഓഫ് ഇത് കൊണ്ടുവന്നത്. അത് ഞാൻ ഈ മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് മെഡിസിനകത്തും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതിനകത്തുനിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞു ഫോർ ദ ലാസ്റ്റ് 100 years അമേരിക്കയാണ് ലീഡിങ്. അവിടെ നമ്മൾ എല്ലാത്തിനും ബിസിനസ് ഓറിയന്റഡ് ആണ്. അവിടെ ഫാർമസ്യൂട്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് നടത്തണമെങ്കിൽ പൈസ വേണം. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ഓറിയന്റഡ് റിസർച്ച് നടത്താൻ ആര് ഫണ്ട് ചെയ്യും?
അങ്ങനത്തെ ഫണ്ടിങ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ഓറിയന്റഡ് കാര്യങ്ങൾ മുമ്പോട്ട് വരാത്തതിന്റെ കാര്യം അതാണ്. അതിന് ഫണ്ട് ചെയ്യാൻ ആരുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ജർമ്മനിയൊക്കെയാണ്. അമേരിക്കയിൽ ആ ചേഞ്ച് ഒക്കെ വന്നപ്പോഴും ചില യൂറോപ്യൻ കൺട്രി എസ്പെഷ്യലി ജർമ്മനിയിൽ ഇത്തരം കാര്യങ്ങൾ അവരുടെ ആ ഇൻഡിജിനസ് മെഡിസിനൊക്കെ അവർ അന്നും ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പം യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും റിസർച്ച് കാണുന്നത് ജർമ്മനിയിലാണ് പിന്നെയും കാണുന്നത്. യൂറോപ്യൻ കൺട്രി പൈസ ഉള്ളവർക്കെല്ലാം റിസർച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം ഈ റിസർച്ചിൽ എപ്പോഴും പ്രൈവറ്റ് ഏജൻസി വന്നു കഴിയുമ്പം പ്രൈവറ്റ് അവർക്ക് എക്കണോമിക് അതിനൊരു വയബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അവരുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവണം. പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതൊരു മെഡിസിൻ ഓറിയന്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഓറിയന്റഡ് ആയിരിക്കണം. ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരം ലൈഫ് സ്റ്റൈൽ മോഡുലേഷൻ ട്രീറ്റ്മെന്റിനൊക്കെ റിസർച്ചുകൾ ഒന്നാമതായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു എക്സ്പോഷർ കിട്ടുകയില്ല. ഈവൻ നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന ഇത് തന്നെയാണെങ്കിലും അത് പലപ്പോഴും അതിന് പലയിടത്തും സപ്രസ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. എവിടെയാണെങ്കിലും ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആസ്പെക്റ്റിലും ബിസിനസ് സൈഡിൽ നിന്നോളം വരുമ്പോൾ ഒക്കെ അതിനകത്തൊക്കെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് പേഷ്യൻസിനാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. രോഗികൾ തന്നെ മനസ്സിലാക്കി അവരോട് തന്നെ ഡിസൈഡ് ചെയ്ത് വരണം. അപ്പൊ അതിനാണ് അപ്പം ഈ പേഷ്യൻസിന് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നമ്മൾ പബ്ലിക് അവയർനെസ് വീഡിയോസ് ചെയ്യാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ആർക്കും തന്നെ അറിയില്ല. അപ്പൊ അത് അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. അപ്പം പലപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കാതെ അതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ചെയ്യല. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിലും അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്കാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാവുന്നത്. അപ്പൊ അത് കുറച്ച് സമയം എടുത്തൊരു എഫേർട്ട്. ഇപ്പൊ എല്ലാവർക്കും 5 മിനിറ്റ് 10 മിനിറ്റും ഒക്കെ ഉണ്ടാവുള്ള ഒരു അറ്റൻഷൻ സ്പാന്. അപ്പൊ രോഗമുള്ളവർ ഈ സോറിയാസിസിനെ കുറിച്ചുള്ളതും ഇമ്മ്യൂണിറ്റിയെ കുറിച്ചും ഒക്കെ ഉള്ള ഫ്യൂ അവേഴ്സ് കൊടുത്ത് വീഡിയോസ് ഒക്കെ കണ്ട് അവരതിൽ തന്നെ ഇത് ശരിയാകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ടാണ് യൂഷ്വലി എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുന്നവരെല്ലാവരും അങ്ങനെയാണ്. ഒരു എഫേർട്ട് എടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അവർക്ക് തന്നെ ഒരു ഇത് ശരിയാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയിട്ടാണ് പലപ്പോഴും വരുന്നത്. ശരിക്കും ഈ സോറിയാറ്റിക് പേഷ്യൻസ്, സോറിയാസിസ് ഉള്ള പേഷ്യൻസ് പലപ്പോഴും ആദ്യം പോകുന്നത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിലാണ്. എന്താണെന്ന് വെച്ചാൽ സ്കിന്നിലാണ് വരുന്നത്. അപ്പം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് നോർമലി സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. പിന്നെ അതിലെ ഒരു വിഭാഗം പേർക്ക് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ ഈ പറഞ്ഞ റുമാറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. അപ്പം ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സോറിയാസിസ് ശരിക്കും ഒരു ത്വക്ക് രോഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ആർത്രൈറ്റിസിൻ്റെ ഒരു വിഭാഗത്തിൽ പെടുന്നതായിട്ടോ മാത്രം കാണുന്നതാണ് ഇപ്പോഴുള്ള വലിയൊരു പ്രോബ്ലം. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അത് എത്രമാത്രം ശരിയാണ്? സോറിയാസിസ് എനിക്ക് തോന്നുന്നു 10 കൊല്ലം മുമ്പ് ആരും ഓട്ടോഇമ്യൂൺ ഡിസീസാന്ന് പോലും പറയുന്നില്ല. നമ്മളൊരു മെഡിക്കൽ ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെന്ന് പറയുന്നില്ല. അതായിരുന്നു സ്റ്റേജ്. എനിക്ക് തോന്നുന്നു ഏത് വർഷമാണ് ഇപ്പം നമ്മൾ സെർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോറിയാസിസിനെ കുറിച്ച് എടുക്കുമ്പോൾ ഓട്ടോഇമ്യൂൺ ഡിസീസ് വരുന്നുണ്ട്. ഞാൻ ബേസിക്കലി സോറിയാസിസിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന സമയം നമ്മൾ മനസ്സിലാക്കാനും അതിൻ്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും എന്ന സമയത്തൊന്നും ഇത് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെന്നുള്ളത് പറയുന്നില്ല. മെഡിക്കൽ ലിറ്ററേച്ചർ പറയുന്നില്ല. ആ ഒരു മെയിൻ സ്ട്രീം മെഡിക്കൽ ലിറ്ററേച്ചർ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഈ റിസർച്ച് ലെവലിലുള്ളിടത്ത് ഇതിന്റെ ഓട്ടോഇമ്യൂൺ നേച്ചറിനെ കുറിച്ചൊക്കെ ഡിസ്കഷനേ ഉള്ളൂ. ഇപ്പം ഒരു ഫ്യൂ ഇയേഴ്സേ ആയിട്ടുള്ളൂ. ആക്ച്വലി ഈ ബയോളജിക്കൽസിന്റെ വരവോടുകൂടിയാണ് ഇതിൽ ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ്. കാരണം അത് ബയോളജിക്കൽസ് കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണമല്ലോ. അപ്പൊ ഈ ബയോളജിക്കൽസ് വന്നു തുടങ്ങിയ ശേഷം അതുപോലെ ഈ ബയോളജിക്കൽ അതിനു മുമ്പും മെത്തോട്രെക്സേറ്റ് കുറച്ചുനാൾ കൂടെ മുമ്പായി യൂസ് ചെയ്യാനുള്ളത്. കാരണം അന്ന് നമ്മുടെ ഈ ഫാസ്റ്റായിട്ട് സെൽ ഡിവിഷൻ കൂടുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. സെൽ ഡിവിഷൻ ഫാസ്റ്റ് ആക്കുന്നത് കുറയ്ക്കാനാണല്ലോ ക്യാൻസറിന്റെ മെഡിസിൻ മെത്തോട്രെക്സേറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. ആ സെൽ ഡിവിഷന്റെ ഫാസ്റ്റ്നെസ് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് മെത്തോട്രെക്സേറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ ഓട്ടോഇമ്യൂൺ നേച്ചറിലേക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ബയോളജിക്കൽസിലേക്കുള്ള ചേഞ്ച് ഓവർ വന്നിരിക്കുന്നത്. അപ്പം ബേസിക്കലി ആ അണ്ടർസ്റ്റാൻഡിങ് കൂടുന്നതനുസരിച്ച് കൂടുതൽ മരുന്നിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് കൂടുന്നതനുസരിച്ച് നമുക്ക് ലൈഫ് സയൻസസും മോഡേൺ മെഡിസിനും ഡ്രഗ്സും മാത്രമല്ല, സർജിക്കൽ പ്രൊസീജിയേഴ്സും മാത്രമല്ല, നമുക്ക് ലൈഫിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈഫ് സയൻസസും ഹെൽത്ത് സയൻസും ഓൾസോ ഇംപ്രൂവിങ്. അത് പക്ഷെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഒരു ലൈഫ് മാനേജ്മെന്റിനും ഉപയോഗിക്കുന്നില്ല. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം നമുക്ക് പല അസുഖങ്ങളുണ്ടെങ്കിലും ഒന്നിച്ച് തന്നെ അതിൻ്റെ കൂടെ സോറിയാസിസും ഉണ്ടെങ്കിലും ഇതെല്ലാത്തിനും ഒരേ സമയത്ത് ആശ്വാസം കിട്ടുമെന്നുണ്ടെങ്കിൽ
അതിൽ കൂടുതൽ നമ്മൾ എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു ട്രീറ്റ്മെന്റിന്റെ ആസ്പെക്റ്റിൽ അതിൽ കൂടുതൽ ഞാൻ ആക്ച്വലി ഒന്നും കാണുന്നില്ല ബേസിക്കലി. ഇപ്പൊ നമ്മൾ ഞാൻ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വരുന്ന 1981 മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾക്ക് ഈ സോറിയാസിസ് എന്നൊക്കെ പറഞ്ഞ പേഷ്യൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കിൻ യൂണിറ്റിലൊക്കെ വലിയ അന്നൊക്കെ നമ്മളിവിടെ ഒന്നും ഈ നമ്മുടെ ഈ എന്താ ഇങ്ങനെ കിടന്ന് കുളിക്കാൻ വേണ്ടി ടബൊന്നും അത്ര കോമൺ ആയിട്ടുള്ള ഇതല്ല. അപ്പൊ വലിയ ടബുകളാണ് അവിടെ, 3-4 ടബുകൾ ഉണ്ടാകും. അതിനകത്ത് ഈ കോൾട്ടാറൊക്കെ തേച്ച് പേഷ്യൻസിനെ കിടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, വലിയ ടാങ്ക് ഇങ്ങനെ വലിയ ടബുകൾ പോലെയുള്ളതിനകത്ത് പേഷ്യൻസിനെ ഇങ്ങനെ കോൾട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോളിയം ഇതാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന പെട്രോളിയം കോൾട്ടാറൊക്കെ പോലെയുള്ളത് ക്യാൻസറോജനിക് ആണെന്നാണ്. അന്നൊക്കെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രീറ്റ്മെന്റ്. അന്നൊന്നും ഈ മെത്തോട്രെക്സേറ്റ് പോലും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ വളരെ ലിമിറ്റഡ് മെഡിക്കേഷൻസ് വെച്ചായിരുന്നു. ഒന്നും തന്നെ വലിയധികം ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ ടബിലൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്യാനാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ കിടത്താനായിട്ട് എത്ര ദിവസം പറ്റും? ഹോസ്പിറ്റലിന് ഒരു ലിമിറ്റഡ് ദിവസമല്ലേ അത് മെഡിക്കൽ കോളേജ് പോലെയുള്ള തിരക്കുള്ളിടത്ത്. അപ്പോൾ അതായിരുന്നു സിറ്റുവേഷൻ. ഡെഫിനറ്റ്ലി അന്നത്തത് വെച്ച് നോക്കുമ്പോൾ മരുന്നുകളുടെ എണ്ണവും മരുന്നുകൾ വെച്ച് ആശ്വാസം കൊടുക്കാനും ഒത്തിരി സാധിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ മരുന്നുകൾ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സൈഡ് ഇഫക്റ്റുകളും കൂടിക്കൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ ഈ ക്ലിനിക്കൽ ആക്റ്റീവ് ഡിസീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിംറ്റം സപ്രഷന് വേണ്ടിയിട്ട് ഈ മോഡേൺ മെഡിസിൻ തന്നെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് വരും. അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് പതുക്കെ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നോക്കും. ഇപ്പം ഈ സോറിയാസിസ് പേഷ്യൻസിനെ പൊതുവെ നമ്മൾ കാണുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്തും എഫക്റ്റഡ് ആണ് ഇൻ എ വേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അവരുടെ മെന്റൽ ഹെൽത്തിനെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യും? ഡെഫിനറ്റ്ലി മെന്റൽ ഹെൽത്തിനും ശരിക്കും വളരെ ബെനിഫിറ്റ് ആവുന്നുണ്ട്. കാരണം അവരുടെ സിംറ്റം മാറി അവർക്ക് കോൺഫിഡൻസ് വരുമ്പോൾ തന്നെ വ്യത്യാസം വരും. പിന്നെ ഈവൻ സൈക്കാട്രിക് പേഷ്യൻസ് ഈ ഫോളോ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഈവൻ ബൈപ്പോളർ ഡിസീസ് അത്തരം പേഷ്യൻസിന് ഇത് ബെനിഫിറ്റ് ആവുന്നുണ്ട്. ഡിപ്രഷൻ എല്ലാത്തിനും നമ്മുടെ ബ്രെയിൻ സൈക്കാട്രിക് ഡിസീസ് മെന്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. ബ്രെയിനും നമ്മുടെ ബോഡിയുടെ പാർട്ടാണ്. ബ്രെയിനും വേണ്ടത് ഈ ന്യൂട്രീഷനൊക്കെ തന്നെയാണ്. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ omega-3 ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. omega-3-6 ബാലൻസ് തെറ്റുന്നതാണ് പല സൈക്കാട്രിക് പ്രോബ്ലംസിനും കാരണം. അപ്പൊ അതെല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്തും കൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ധാരാളം പേഷ്യൻസ് ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരുടെ മെന്റൽ സ്റ്റാറ്റസിന് ഭയങ്കര വ്യത്യാസം വരും. ഈവൻ പലരും സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്നവരുണ്ട്. അപ്പൊ ആ സൈക്കാട്രിക് മെഡിസിൻസ് ഒക്കെ നമുക്ക് നിർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ 4ാമത്തെ എപ്പിസോഡ്, ഫൈനൽ എപ്പിസോഡ് സോറിയാസിസിനെ പറ്റിയുള്ളത് അവസാനിക്കുകയായി. ഇവിടെ നമ്മൾ കണ്ടത് സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റ് ശരിക്കും ഉള്ളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പുറത്ത് നമ്മൾ ചർമ്മത്തെ കാണുന്നത് ശരിക്കും അതിന്റെ ഒരു ഔട്ട്സൈഡ് ആണ്. ആ ഔട്ട്സൈഡിൽ വേണ്ട ട്രീറ്റ്മെന്റ്സ് അവിടെയും ചെയ്യണം. പക്ഷെ ഉള്ളിൽ നിന്നുള്ള ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും കൂടുതൽ ഇഫക്റ്റീവായിട്ട് വരേണ്ടത്. അപ്പം ഈ 4 എപ്പിസോഡ്സും കണ്ടതിന് നന്ദി, നമസ്കാരം. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക.